എ ലിറ്റിൽ മോർ ഇമോഷണൽ പേഴ്സൺ, കുറച്ചുകൂടെ വൾണറബിൾ ആണ്. എന്നെ പോലെയല്ല അവള്. ഇത് പഴയ ജീപ്പി ചേട്ടനാണ്. പഴയ ജീപ്പി ചേട്ടന് ഇങ്ങനെ ഒരു ബൗണ്ടറീസും ഉണ്ടായിരുന്നില്ല, ലിമിറ്റ്ലെസ് ആയിരുന്നു. ഇപ്പൊ ജീപ്പി ചേട്ടൻ കുറെ കോൺഷ്യസ് ആ തോന്നുന്നു. അവിടെ തന്നെ ഒരു ഡയലോഗ് ഉണ്ട്, അണ്ണാ ഇത് തറവാട്ട് പറഞ്ഞ പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. അത് നിനക്ക് മനസ്സിലായി, മുടിഞ്ഞ വെയിറ്റ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിനക്ക് തറവാടേ കാണില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും എൻജോയ് ചെയ്ത് ഇങ്ങനെ ചിരിച്ചൊരു ഇന്റർവ്യൂ ചിലപ്പോൾ ആവണല്ലോ. ഹായ് ഗൈസ്, വെൽക്കം ടു റെഡ് കാൻഡി. ഇന്ന് എൻ്റെ കൂടെ കാൻഡി ടോക്സിന്റെ ഫ്ലോറിലുള്ളത് നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ജീപ്പി ചേട്ടനാണ്. വെൽക്കം ടു ദ ഫ്ലോർ. താങ്ക് യു സോ മച്ച്. എങ്ങനെ പോകുന്ന ലൈഫൊക്കെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ലൈഫ് ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. ഇപ്പൊ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടല്ലോ. ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് മനോരാജ്യമാണ്. സിനിമ റിലീസിന് റെഡി ആയിട്ടിരിക്കുന്നു. കുറെ കാലത്തിന് ശേഷമാണ് മലയാളത്തിൽ നായകനായിട്ടൊരു സിനിമ ചെയ്യുന്നത്. ഞാൻ ഒരു തെലുങ്ക് ദേശക്കാരനായി മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് തിരക്കേടില്ല ഇത് തോന്നുന്നൊരു കഥ കണ്ടപ്പോ ഞാൻ ചാടി ഓടിയത്, അത് ഗ്രാബ് ചെയ്തത്. അപ്പൊ അതാണ് ഏറ്റവും പുതിയ വിശേഷം. പിന്നെ യാത്രകൾ, കല്യാണം കഴിഞ്ഞുള്ള യാത്രകൾ, അങ്ങനെ എല്ലാം കൂടെ മനോഹരമായ. മെൽബണിലെ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലില് നമ്മുടെ മനോരാജ്യം വന്നായിരുന്നു. അതൊരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ എന്ന് പറയുന്നത് ഇന്ത്യൻ ഫിലിംസിന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫെസ്റ്റിവൽ ഇൻ ദ വേൾഡ് ആണ്. നമ്മുടെ മലയാളത്തിൽ നിന്ന് സെലക്ടഡ് ആയിട്ടുള്ളത് ഉള്ളൊഴുക്ക്, അതിന്റെ കൂട്ടത്തിലാണ് 12th പാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമകൾ, അതൊക്കെ സെലക്ടഡ് ആയിട്ടുണ്ട്. അപ്പൊ ഒരുപാട് മനോഹരമായ വലിയ സിനിമകളുടെ കൂട്ടത്തിൽ നമ്മുടെ ലളിതമായ ഈ സിനിമ അങ്ങനെയല്ല, ഇതൊരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സിനിമയല്ല. ഉള്ളൊഴുക്കൊക്കെ ഭയങ്കര ഹെവി ഹാർട്ട് സിനിമയാണ്. ഇതൊരു എന്ന് വെച്ചാ ബ്ലാക്ക് കോമഡിയാ, റൊമാൻറ്റിക് ബ്ലാക്ക് കോമഡി, ആക്ഷേപഹാസ്യ. അപ്പോ കോമഡി ആണോ വെച്ചാൽ കോമഡിയാണ്, പക്ഷെ ഇയാൾക്ക് ഉണ്ടാവുന്ന മറ്റുള്ളവർക്ക് കോമഡിയാണ്, ഇയാൾക്കതൊരു കോമഡിയേ അല്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോ എന്നാലും വലിയ സബ്ജക്റ്റ് ഒന്നുമല്ല, ഒരു കുഞ്ഞു പരിപാടിയാണ്. എനിക്ക് അതിന്റെ ത്രെഡ് ഭയങ്കര രസമായി തോന്നി. അപ്പൊ അറ്റംപ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബട്ട് മെൽബൺ പോലത്തെ ഒരു ഫെസ്റ്റിവലിൽ സെലക്ടഡ് ആയി എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു ഇൻസ്പിറേഷനാണ്. ഓ അടിപൊളി അടിപൊളി. അതുണ്ടല്ലോ, ജീപ്പി ചേട്ടൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു, ഒരുപാട് സ്ട്രെസ്സോ പ്രഷറോ ഒന്നും അങ്ങനെ എടുക്കാറില്ല എന്നുള്ളത്. ഞങ്ങളും ജീപ്പി ചേട്ടനെ കണ്ടിട്ടുള്ള എപ്പോഴും ചിരിച്ചിട്ടാ, ഞങ്ങൾ അല്ലാതെ ഇങ്ങനെ ദേഷ്യം വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും ചിരിച്ചിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അങ്ങനെയല്ല, സ്ട്രെസ് എടുക്കാറില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും സ്ട്രെസ്ഡ് ആവാത്ത ഒരാളാണ് എന്നുള്ളത് അർത്ഥമില്ല. ഞാനത് സെലിബ്രേറ്റ് ചെയ്യൽ കുറവാണെന്നാണ് എൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഞാൻ സ്ട്രെസ്ഡ് ആവുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. സ്വാഭാവികമായിട്ടും ഞാനൊരു മനുഷ്യനാണ്, എല്ലാ ഇമോഷൻസും ഉള്ള ഒരു സാധാരണ മനുഷ്യനാണ്. വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ കുട്ടിക്കാലം മുതലേ ശ്രമിക്കാറുണ്ട്. അത് എസ്കേപ്പ് എന്നാണോ അതിൻ്റെ വേർഡ്, നെഗോഷിയേറ്റ് എന്നാണോ അതിൻ്റെ വേർഡ്, അതെനിക്കറിയില്ല. പക്ഷെ സ്ട്രെസ്സും സ്ട്രെയിനും വരുമ്പോൾ അതിൽ നിന്നും കഴിയുന്നതും അതിൽ നിന്നും മാറി നടക്കാൻ സാധിക്കാറുണ്ട് പലപ്പോഴും. അല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാൻ ടു സം എക്സ്റ്റെന്റ്. ചില സമയത്ത് ഞാൻ അതിലേക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റാതെ അതിൽ ഇൻവോൾവ് ആയി പോകാറുണ്ട്. പക്ഷെ അതിലേക്ക് പോകുമ്പോഴും, ഇപ്പോൾ നമ്മൾ പ്രൊവോക്ഡ് ആവുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവുമ്പോൾ, നമുക്ക് കയ്യിൽ നിന്ന് ടെൻഷൻ വരുന്നൊരു അവസ്ഥ വരുമ്പോൾ ഇത് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനെങ്കിലും എനിക്ക് സാധിക്കാറുണ്ട്. അപ്പൊ ഞാൻ സ്ലോ ഡൗൺ ചെയ്യും. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, ആക്സിലറേറ്ററിന്ന് കാലെടുക്കുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് ആക്സിലറേറ്ററിന്ന് കാലെടുക്കുക എന്നുള്ളതാണ്. അത് നമുക്കൊരു റെസ്പോൺസ് ആണ്, റെസ്പോൺസ് ടു സ്റ്റിമുലൈ പോലെയാണ്. സോഫാർ ഈശ്വരാനുഗ്രഹം കൊണ്ട് ആക്സിലറേറ്ററിന്ന് കാലെടുക്കാൻ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സമയങ്ങളിൽ സാധിക്കാറുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് വലിയ കുഴപ്പമില്ലാതെ പോകുന്നത്. എത്ര കാലം ഇങ്ങനെ പോകാൻ പറ്റുന്നത് എനിക്കറിയില്ല. പക്ഷെ there are times when ഇത് കയ്യിൽ നിന്ന് പോകുന്നുണ്ടല്ലോ എന്ന് തോന്നുന്ന സമയങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് തന്നെ ഇത് കയ്യിൽ നിന്ന് പോകുന്നുണ്ട്, എൻ്റെ കയ്യിൽ നിൽക്കില്ല, ഞാൻ ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുക്കണം എന്ന് തോന്നുമ്പോൾ നമ്മൾ സ്ട്രെസ് ഫ്രീ ആവും. നമ്മളുടെ അതിൻ്റെ ഉള്ളിൽ നിന്ന് മാറി പിന്നെ ഞാൻ സ്ലോലി ബ്രേക്ക് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയാണ് ഈ വണ്ടി ഏത് വഴി കൂടെ ഓടിക്കുന്ന ആലോചിക്കുള്ളൂ. കാരണം എപ്പോഴും ഇമോഷൻസ് നമ്മൾ ഓവർ പവർ ചെയ്യുമ്പോഴാണ് നമ്മൾ ടെൻസ്ഡ് ആവുന്നത്, നമ്മൾ ആങ്ഷ്യസ് ആവുന്നത്, നമ്മൾ എജിറ്റേറ്റഡ് ആവുന്നത്, നമുക്ക് ദേഷ്യം വരുന്നത് ഒക്കെ ഇമോഷൻ കയ്യിൽ നിന്ന് പോകുമ്പോഴാണ്. ഞാൻ ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുക്കാത്ത ഒരേ ഒരു നിമിഷം ഞാൻ ഹാപ്പി ആവുമ്പോഴാണ്. അപ്പൊ ഞാൻ കാലെടുക്കാറില്ല. കുറച്ച് ആഘോഷിച്ചാലും ചില ആൾക്കാർ പറയുന്നത് ഇത്രയും ഓവറാക്കണ്ട എന്ന് പറയാറുണ്ട്. എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഞാൻ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതും ഭയങ്കര ലൗഡാണ്. ഞാൻ ഇതുവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ അതെന്റെ സ്ട്രെസ് ബസ്റ്റർ ആയിരിക്കാം, എന്റെ ഹാബിറ്റിന്റെ ഭാഗമാണ്. വലിയ അനുഗ്രഹമാണ്, ഈശ്വരാനുഗ്രഹമാണ് അത്. അപ്പൊ അവിടെ ഞാൻ ഐ ലൈക്ക് ദാറ്റ് അഡ്രിനാലിൻ റഷ്. എല്ലാവർക്കും പറ്റാത്തൊരു കാര്യമാണ്. അതുപോലെ ഞാൻ കണ്ടിട്ടുള്ള ആളാണ് പേളി ചേച്ചി. നിങ്ങൾ രണ്ടാളുടെയും കോംബോയും ഭയങ്കര അടിപൊളിയാണ്. പേളി ചേച്ചിനെ പറ്റി പറ.
പേളി ഈസ് ലിറ്റിൽ മോർ ഇമോഷണൽ പേഴ്സൺ, കുറച്ചുകൂടെ വൾണറബിൾ ആണ്. എന്നെ പോലെയല്ല, അവള് കുറച്ചും കൂടെ എന്താ പറയാ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാണ്. ടെലിവിഷൻ ഷോയിലൊക്കെ അവൾ കരയാറുണ്ട്. അവൾ കരയുന്ന ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. ഞാൻ കരയുന്നത് ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അവൾ ദേഷ്യപ്പെടുന്ന വരെ, പിന്നെ ഇങ്ങനത്തെ ഒരു റിയാലിറ്റി ഷോ ചെയ്തുകൊണ്ട് ഓൾ ഇമോഷൻസ് ആർ എക്സ്പോസ്ഡ്. ബട്ട് ഈവൻ അതർവൈസ് ഞങ്ങൾ സുഹൃത്തുക്കളുടെ ഒക്കെ ഇടയിൽ അവളുടെ ഇമോഷൻസ് വൾണറബിൾ ആണ്. എന്റെ ഇമോഷൻസ് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ വൾണറബിൾ അല്ല. ഞാൻ അതില്ലാഞ്ഞിട്ടല്ല, ഞാൻ അതിനെ ഈ പറഞ്ഞ പോലെ ബ്രേക്ക് ചെയ്ത് പാർക്ക് ചെയ്യാൻ ശ്രമിക്കും. പേളി ഈസ് ലൈക്ക് അതിലൊരു ഭയങ്കര കൺട്രോളിലാണല്ലോ. പക്ഷെ പേളി ഈസ് എ വെരി പോസിറ്റീവ് ചിയർഫുൾ പേഴ്സൺ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് എന്ന് വെച്ചാൽ അപ്ബ്രിങ്ങിങ്ങും അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചാൽ പേളിയുടെ അച്ഛൻ വളരെ രസകരമായിട്ടുള്ള രീതിയിലാണ് അവളെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു പോസിറ്റീവ് തോട്ട്സിന്റെയും കാര്യങ്ങളൊക്കെ ആളുകളുണ്ട്. പിന്നെ ഒരു ബെല്ലും ബ്രേക്കും ഇല്ല എന്നുള്ളത് ഇമോഷന്റെ കാര്യത്തിൽ മാത്രമല്ല, അവളുടെ സംസാരത്തിലും അങ്ങനെയാണ്, അവളുടെ സ്വഭാവത്തിലും അങ്ങനെയാണ്. ഒരു എനിക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബെല്ലും ബ്രേക്കും ഇല്ലാത്ത അവസ്ഥകളുണ്ട്, പക്ഷെ റെഗുലേറ്റഡ് ആണ്. എന്ന് വെച്ചാൽ ഇത് ഇവിടെ പിടിക്കണം എന്ന് തോന്നും. ഞാനൊരു കമന്റ് സെഷനിൽ എൻ്റെ ഒരാൾ എഴുതിയത് കണ്ടു. ഐ തിങ്ക് ഷീ ഈസ് ഫോളോയിങ് മീ സിൻസ് ഡിഫോ ഡാൻസ്. അപ്പൊ ഏതോ പഴയ ഡിഫോ ഡാൻസിൽ എന്തോ ഒരു ക്ലിപ്പ് എന്തോ എടുത്തിട്ട് ഒരു ഫാൻ പേജ് എന്തോ ഇട്ടപ്പോൾ അതിനടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ഇത് പഴയ ജി.പി. ചേട്ടനാണ്. പഴയ ജി.പി. ചേട്ടന് ഇങ്ങനെ ഒരു ബൗണ്ടറീസും ഉണ്ടായിരുന്നില്ല, ലിമിറ്റ്ലെസ് ആയിരുന്നു. ഇപ്പൊ ജി.പി. ചേട്ടൻ കുറെ കോൺഷ്യസ് ആ തോന്നുന്നു, അതുകൊണ്ട് ജി.പി. ചേട്ടൻ ഇങ്ങനെ കാണാറില്ല. കോൺഷ്യസ് എന്നുള്ളതിനേക്കാൾ ഐ എം മോർ റെഗുലേറ്റഡ്. എനിക്ക് ഫീൽ ചെയ്തൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഞ്ജുഷ എന്നാണ് ആ കുട്ടിയുടെ പേര്. അത് എഴുതിയത് ഐ റിമെമ്പർ. കാരണം എന്താ വെച്ചാൽ ചില ഫാൻസ് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെരി പെർട്ടിക്കുലർ, ലൈക് ദേ വെരി കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസംസ്. അവര് മടിക്കില്ല ചിലത് പറയാൻ, ക്രിറ്റിസൈസ്. ഇപ്പൊ ചില സാധനങ്ങൾ ഇത് മോശമാണെങ്കിൽ മോശമെന്ന് പറയാൻ മടിക്കാത്ത ആൾക്കാർ ഭയങ്കര അമൂല്യമായിട്ടുള്ള ആൾക്കാരാണ്. അവര് നമ്മളെ താഴ്ത്തിക്കെട്ടാനല്ല അത് പറയുന്നത്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് കമന്റ് അല്ലത്, കൺസ്ട്രക്റ്റീവ് കമന്റാ. നമ്മുടെ സുഹൃത്തുക്കൾ സംസാരിക്കുന്ന പോലെ. സോ മഞ്ജുഷ, എനിക്കറിയില്ല മഞ്ജുഷ ഒരു പെൺകുട്ടിയാണെന്ന് മാത്രം ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഷീ എന്താണ്. പക്ഷെ മഞ്ജുഷ എഴുതിയൊരു സാധനം ഞാനത് ആലോചിച്ചു. മഞ്ജുഷ അത് എഴുതിയപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഞാൻ കോൺഷ്യസ് ആവുകയല്ല ചെയ്തിരിക്കുന്നത്, എനിക്ക് അങ്ങനത്തെ പ്ലാറ്റ്ഫോമുകൾ പിന്നില്ല. ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ഡിഫോ ഡാൻസിന്റെ വൈബിലല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കാരണം ഡിഫോ ഡാൻസ് വൈബ് വാസ് അതിന്റെ ഒരു സ്പേസ് അങ്ങനെയായിരുന്നു. അവിടെ പേളിയെ പോലെ കിളിപോയ ഒരു സാധനം ഉണ്ടായിരുന്നു, പിന്നെ മാസ്റ്ററും പ്രിയാജിയും അവരെല്ലാവരും ഉള്ളപ്പോ, പിന്നെ ഒരു കിളിപോയ ഒരു പ്രോഗ്രാം ഡയറക്ടർ യമുന, ഹൂ ഷീ വുഡ് കം അപ്പ് വിത്ത് സച്ച് ടാസ്ക്സ്. അതിന്റെ ഒരു സ്റ്റേജസ് ലൈക്ക് ദാറ്റ്. അവിടെ ആ എനർജിയും ആ സ്വഭാവമാണ് വേണ്ടത്. നേരെ മറിച്ച് ഒരു ഐഫ അവാർഡ്സോ അല്ലെങ്കിൽ ഒരു സൈമ അവാർഡ്സോ ഞാൻ ഹോസ്റ്റ് ചെയ്യുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് സോ ഐ ഷുഡ് ബി ക്യാരിങ് ദാറ്റ് എനർജി കംപ്ലീറ്റ്ലി. കാരണം അതിനകത്ത് ചെറിയൊരു എലമെന്റ് ഓഫ് ഗ്രേസും എലഗൻസും വേണം. ഡിഫോ ഡാൻസിൽ ആ സാധനമേ വേണ്ട. അവിടെ ഗ്രേസ് ആൻഡ് എലഗൻസ് ഇസ് നോട്ട് നീഡഡ്. അവിടെ വേറെ സ്വഭാവം. ഈ ഒരു ഇന്റർവ്യൂവിൽ വേറൊരു സ്വഭാവമാണ്. പക്ഷെ പേളി ഈസ് സമൺ ഹു ഡസന്റ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അവളൊരു മെച്ചുവേർഡ് ആയിട്ടുണ്ട്. ലൈക്ക് ലാസ്റ്റ് ടൈം ഞാൻ 2-3 കൊല്ലം മുമ്പ് പേളിയായിട്ട് ഒരു സാധനം ഹോസ്റ്റ് ചെയ്തപ്പോൾ ഐ റിയലൈസ് ദാറ്റ് പേളി ചേഞ്ച്ഡ്. പേളി ആ ഒരു ഇതിന്റെ ആവശ്യത്തിനനുസരിച്ചുള്ള റെഗുലേറ്റഡ് ആയിട്ടുള്ള എനർജി ആൻഡ് ഡെക്കറം കീപ്പ് ചെയ്യാൻ തുടങ്ങി. മറ്റേത് ഏത് സ്റ്റേജിൽ നിന്നും അവളിൽ നിന്ന് എന്ത് വരും നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സാധനമായിരുന്നു. അപ്പൊ അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ദാറ്റ് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് കമന്റ്. അപ്പൊ ഞാൻ കോൺഷ്യസ് ആവല്ല. D4 പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോം ഇനി ഞാൻ എംബ്രേസ് ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ പൊതുവെ അങ്ങനത്തെ ഒരു സാഹചര്യമോ അങ്ങനത്തെ ഒരു കഥാപാത്രമോ എന്തെങ്കിലും വന്നാൽ യു മേ സീ മീ ഇൻ ദാറ്റ് സെയിം എനർജി. എന്ന് വെച്ചാൽ ഡിഫോ ഡാൻസിന്റെ GP എന്നുള്ളതിനേക്കാൾ ദാറ്റ് GP ഈസ് ഓൾവേസ് ദേർ ഇൻസൈഡ് മീ. ഇപ്പൊ അത് പ്രോബബ്ലി എന്റെ കസിൻസും ഗോപിയൊക്കെ കാണാറുള്ളൂ എന്ന് മാത്രം. എന്ന് വെച്ചാൽ മറ്റേതുപോലത്തെ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുകയും ഇറ്റ്സ് വർത്ത് ദാറ്റ് എനർജി തോന്നിക്കഴിഞ്ഞാൽ ഐ മേ അൺലീഷ് ഇറ്റ്. ശരി. ഇപ്പൊ ഡിഫോ ഡാൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, കേരളം എന്നല്ല കേട്ടോ, ലോകത്തുള്ള എല്ലാ മലയാളീസും GP ചേട്ടനെ ഇതുപോലെ ഭയങ്കര സ്വന്തമായിട്ട് പിടിച്ച പ്ലാറ്റ്ഫോമാണ് ഡിഫോ ഡാൻസ്. എങ്ങനെയാ ഡിഫോ ഡാൻസിലോട്ടുള്ള എൻട്രി? ഡിഫോ ഡാൻസിലുള്ള എൻട്രിക്ക് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് വളരെ ക്രിസ്പായിട്ട് പറയാം. ഒരു പടം പ്രൊമോട്ട് ചെയ്യാൻ പോയപ്പോൾ അവരെന്നെ കണ്ടതിലേക്ക് വിളിക്കുകയും ഞാൻ താല്പര്യമില്ല എന്ന് പലതവണ പറയുകയും പിന്നെ ആ സമയത്ത് വേറൊരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് പോയി ചെയ്യുകയും അത് കയറി കൊളുത്തുകയാണ് ചെയ്തത്. ബട്ട് ഐ എം ഹാപ്പി. ചില സമയത്ത് എനിക്ക് തോന്നും ഇറ്റ്സ് ബീൻ സോ ലോങ്, ഇപ്പോഴും ഡിഫോ ഡാൻസ് ആണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ രണ്ട് കാര്യമാണ്, അതിനെ പോസിറ്റീവായിട്ടും അല്ലെങ്കിൽ വേറെ രീതിയിൽ എടുക്കാം. ഒന്ന്, അതിന്റെ മേലൊരു സാധനം
എനിക്ക് പ്രോബബ്ലി കുറച്ചെങ്കിലും അതിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് അലവൈകുണ്ഠപുരമലും ആയിരിക്കും, ടു സം എക്സ്റ്റെന്റ് പ്രേതം. അതല്ലാതെ എനിക്ക് അങ്ങനെ ഭീകരമായിട്ട് അതിന്റെ മേലെ അതിനെ കവർ ചെയ്ത് പോകുന്ന പോലെ ഒരു വലിയ തിരമാലയോ ഒന്നും എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ അതിലെനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല എന്നുള്ളതിൽ എനിക്ക് ചെറിയൊരു ഇതുണ്ട്. കാരണം അത് വേണം, ഇറ്റ്സ് ടൈം. പക്ഷേ ഐ എം ഓൾസോ ഹാപ്പി ദാറ്റ് ഇത്രയും കാലമായിട്ടും ആ സാധനം ടെലിവിഷനിൽ നിന്നും എല്ലാത്തുനിന്നും അതിന്റെ ഫ്രാഞ്ചൈസി തന്നെ അത് കഴിഞ്ഞൊരു 3-4 സാധനങ്ങൾ വന്നു കഴിഞ്ഞ് പോയിട്ട് പോലും അത് റിമെമ്പേർഡ് ആണ്. ഈ ഇന്റർവ്യൂവിലും നിങ്ങൾ അത് ചോദിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ദ കൈൻഡ് ഓഫ് ഇമ്പാക്ട് വി മെയ്ഡ് വിത്ത് ദാറ്റ് എന്നുള്ളത് ചില സാധനങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ എനിക്കെന്തുകൊണ്ടോ ഞാൻ ആഗ്രഹിച്ച പോലെ സിനിമകൾ എടുത്തു പറയാൻ എണ്ണങ്ങളില്ല. ഇപ്പൊ ലാലേട്ടന്റെ അടുത്ത് പറയാം, നമ്മൾ ഇപ്പോഴും പറയും ചിത്രം, കിലുക്കം, രാവണപ്രഭു എന്നൊക്കെ പറയുന്ന പോലെ, ബിക്കോസ് മണിച്ചിത്രത്താഴ് 30 കൊല്ലം കഴിഞ്ഞിട്ടും ആ സാധനങ്ങൾ പറയപ്പെടുന്ന പോലെ എന്റെ ഒരു പക്ഷേ ഒരു ആങ്കർ എന്നുള്ള കരിയറിൽ ഡിഫോ ഡാൻസ് വീണ്ടും സംസാരിക്കപ്പെടുന്നു. പ്രോബബ്ലി എനിക്ക് തോന്നുന്നു ഞാൻ ഇനി അതിന്റെ മേലൊരു സാധനം കൊടുത്താലും ഒരു കാലഘട്ടത്തിൽ പറയുമായിരിക്കും GP പണ്ട് ഡിഫോ ഡാൻസിലൂടെയാണ് വന്നത്. ആൻഡ് ഐ തിങ്ക് ഐ ഷുഡ് എംബ്രേസ് ഇറ്റ്. ഞാൻ അതിനെക്കുറിച്ച് അസ്വസ്ഥനാവല്ല ചെയ്യേണ്ടത്, ഞാൻ അതിനെ സന്തോഷത്തോടെ എംബ്രേസ് ചെയ്യാൻ ചെയ്യേണ്ടത് ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നിയോട് കൂടിയിട്ട് ഒരു ഘട്ടത്തിൽ എനിക്കത് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. കാരണം നമ്മളൊരു പരിപാടി ചെയ്ത് D4 പോലത്തെ പ്രോഗ്രാമിലേക്ക് എന്നെ വീണ്ടും വിളിക്കുമ്പോൾ ഞാൻ പോകുന്നില്ല. കാരണം ഐ ഫീൽ ദറ്റ് നമ്മൾ LKG UKG കഴിഞ്ഞാൽ ഈവൻ ദോ അവിടെ മെറിഗോ റൗണ്ടും പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും ഇനി അവിടെ കിടന്ന് കളിക്കാതെ അടുത്ത പരിപാടിയിലേക്ക് പോകണം. ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, തേർഡ് സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ട്. അവിടെ മെറിഗോ റൗണ്ടും പരിപാടികളും മറ്റേ സ്ലൈഡൊന്നും ഉണ്ടാവില്ലായിരിക്കും, ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് യു ലൈക്ക്. പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മൾ പോവാതിരിക്കാൻ പാടില്ല. ആ ചിന്തയിലാണ് ഞാൻ അതുപോലത്തെ പ്രോഗ്രാംസ് ഇപ്പൊ എംബ്രേസ് ചെയ്യാത്തതും. ഐ എം ഓൺ എ ഡിഫറെന്റ് ട്രാവൽ ഓൾ ടുഗെദർ. ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. പക്ഷെ എങ്കിലും ചില ആൾക്കാർ ഇങ്ങനെ ഇതെന്താ ഇപ്പോഴും എന്റെ LKG കുറിച്ച് പറയുന്നത്, ഞാൻ 1-2 ചെയ്തിട്ട് ആൾക്കാർ കാണാത്തതെന്ന് ചോദിക്കും. ബട്ട് ഐ ഹാഡ് എ ഹാപ്പനിങ് കിൻഡർ ഗാർട്ടൻ. അതാണ് ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത്. വളരെ ഹിപ്പ് ആൻഡ് ഹാപ്പനിങ് ആയിട്ടുള്ള ബേസ് ആണ്. സോ ഇറ്റ് വിൽ ബി സ്പോക്കൺ അബൌട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഇനീഷ്യൽ സാധനങ്ങൾ സംസാരിക്കപ്പെടുന്ന പോലെ ഡിഫോ ഡാൻസ് സംസാരിക്കപ്പെടുന്നു എന്നുള്ള ഐ എം ഹാപ്പി. ഭയങ്കര സന്തോഷമാണ്. തെലുങ്കില് ഭയങ്കര ഫാൻസാണ്, മലയാളത്തിൽ ഇല്ലെന്നല്ല, പക്ഷെ തെലുങ്കില് GP ചേട്ടന് ഭയങ്കര ഫാൻസാണ്. എങ്ങനെയാ തെലുങ്കും മലയാളം തമ്മിലുള്ള ആ ഇൻഡസ്ട്രിയുടെ വ്യത്യാസം എങ്ങനെയാ? തെലുഗു എനിക്ക് ഇവിടെ എന്താണോ കിട്ടാതിരുന്നത് അതാണ് അവിടെ കിട്ടിയത്. ലൈക്ക് ഐ എം റെക്കഗ്നൈസ്ഡ് ആസ് ആൻ ആക്ടർ. അവിടെ ഞാനൊരു അവതാരകനല്ല, അവിടെ ഞാനൊരു അഡ്വർടൈസ്മെന്റ് മോഡൽ അല്ല, അവിടെ ഞാനൊരു യൂട്യൂബർ അല്ല, അവിടെ ഞാനൊരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ അല്ല, അവിടെ ഞാനൊരു ആക്ടർ മാത്രമാണ്. വിച്ച് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്പേസ്. ഞാൻ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചൊരു സ്ഥലമാണത്. അതുകൊണ്ട് ഐ എം വെരി ഹാപ്പി ബിക്കോസ് ഐ എം ഐഡന്റിഫൈഡ് ലൈക്ക് ദാറ്റ്. എൻ്റെ 5ാമത്തെ തെലുങ്ക് സിനിമയാണ് ഞാൻ ചെയ്യുന്നത്. പ്രോബബ്ലി മലയാള സിനിമകൾ ചെയ്തതിനേക്കാൾ സ്പീഡിലാണ്. കൺസിഡറിങ് തെലുങ്ക് സിനിമ, ഒരു സിനിമ ചെയ്യാൻ തന്നെ വലിയ സിനിമയാണെങ്കിൽ 1.5 കൊല്ലം എടുക്കും എന്നുള്ളത് കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ തെലുങ്ക് സിനിമകൾ ചെയ്യുന്നതിന്റെ സ്പീഡ് അത്യാവശ്യം കൂടുതലാണ്. കാരണം ഇവിടെ ഒരു സിനിമ നമുക്കൊരു കൊല്ലത്തിൽ ലീഡ് റോൾ ചെയ്യുകയാണെങ്കിൽ തന്നെ യു ക്യാൻ എഫോർഡ് ടു ഡു കുറേ സിനിമകൾ. അല്ലെങ്കിൽ ഇവിടെ ഒരു സിനിമ പൂർത്തിയാവുന്ന ടൈം എന്ന് പറയുന്നത് 6 months ആണെങ്കിൽ അവിടെ 1 to 1.5 years ആണ്. എസ്പെഷ്യലി വലിയ പടം, ഇപ്പം അലവൈകുണ്ഠപുരമലും ആണെങ്കിൽ നമ്മളൊരു അതിന്റെ ഷൂട്ട് എനിക്ക് അത്രയൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് ആകെ 35 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ദാറ്റ് ഷൂട്ട് സ്റ്റാർട്ടഡ് ഇൻ April 2019. ഷൂട്ട് കഴിയുന്നത് December 2019, റിലീസ് ചെയ്യുന്നത് January 12. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് 8 to 9 to 10 months. അതിന്റെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ടഡ് 3 months ബാക്ക്. അതിന്റെ പൂജ സ്റ്റാർട്ടഡ് ലിറ്റിൽ മോർ ബിഫോർ ദാറ്റ്. ഓൾമോസ്റ്റ് 1 year അലവൈകുണ്ഠപുരമിലും എടുത്തു. അപ്പം അതിൽ അഭിനയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് സെറ്റ് ജോയിൻ ചെയ്യുന്നത് June 2019 പക്ഷെ ഞാൻ അതിൽ അഭിനയിക്കുന്നുണ്ടെന്ന് നാട്ടുകാർ അറിയുന്നത് അതിന്റെ ഫസ്റ്റ് ടീസർ ഇറങ്ങുമ്പോഴാണ്. ഞാൻ പറഞ്ഞില്ല, കാരണം എനിക്ക് അറിയുന്നില്ല ഈ പടം എപ്പോഴാണ് റിലീസ് ആവുന്നത്. എല്ലാവരും പറയുന്നുണ്ട് അടുത്ത ജാനുവരി. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്തിനും അടുത്ത ജാനുവരി. എന്നിട്ടാണ് എനിക്ക് മനസ്സിലായത് December 28 കൂടി ഞങ്ങൾ ഷൂട്ട് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഓക്കെ January 12 വരെ ഇവർ ഷൂട്ട് ചെയ്യും, എന്നിട്ട് പാരലി എഡിറ്റ് ചെയ്യും, അത് ഇറങ്ങും എന്നുള്ളത്. സോ അതാണ് അവരുടെ നേച്ചർ. സോ ഐ എം ഹാപ്പി തെലുങ്കില്. പിന്നെ എന്താ വെച്ചാൽ എനിക്ക് കിട്ടിയ വലിയ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ അല്ലു അർജുൻ ഗാരുവിന്റെ ഫാൻസ്, നാഗാർജുന ഗാരുവിന്റെ ഫാൻസ്, നാഗചൈതന്യ ഗാരു ഫാൻസ്, നാനി ഗാരു ഫാൻസ്, ഇവർക്കൊക്കെ ഓൾറെഡി ഒരു വലിയ ബേസ് ഉള്ളതുകൊണ്ട് ഇവരുടെയൊക്കെ ഒരു സ്നേഹമാണ്. അല്ലാതെ എനിക്ക് ഭയങ്കര ഒരു ഫാൻ ഫോളോയിങ് എന്നുള്ള സ്പേസ് അല്ല, ഞാൻ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്പേസ് ആണ്. പക്ഷെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇത്തരം ബ്രാൻഡ് അസോസിയേഷൻസ് ഇവരുടെയൊക്കെ ഇടയിൽ തന്നെ ഇയാള് ഇങ്ങനെ കയറി വരുന്ന ഒരാളാണ് എന്ന് ഒരു നോഷൻ അവിടെ ഉണ്ടാക്കിയിട്ട് എനിക്കിപ്പോ വരുന്ന സിനിമകളിൽ നിന്ന് കുറച്ച് ചൂസ് ചെയ്ത് സിനിമ ചെയ്യാനുള്ള ഒരു അവസരം തെലുങ്കിലുണ്ട്. ഇവിടെ ഇല്ല. ഇവിടെ ഒന്നെങ്കിൽ വരുന്ന സിനിമ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഇത് മാത്രമേ എനിക്ക് ചോയ്സ് ഉള്ളൂ. ഞാൻ ഇതിന്റെ ഒരു മീഡിയം ലൈനാണ് പിടിക്കുന്നത്. വരുന്ന സിനിമകളെല്ലാം ചെയ്യുന്നില്ല. കാരണം എനിക്കിത് മാർക്കറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ഒരു
ബുദ്ധിമുട്ട്. ഇപ്പൊ മനോരാജ്യം ഒരു ഭയങ്കര സിനിമയായിട്ടല്ല, മനസ്സിലായി. പക്ഷെ എനിക്കിത് മാർക്കറ്റ് ചെയ്യാൻ മടി തോന്നാത്തൊരു സിനിമ. കാരണം അത് കുറച്ച് പേരുടെ ഒരു എഫേർട്ടാണ്. 100 സിനിമ ഇറങ്ങുമ്പോൾ 10 സിനിമകൾ മാത്രം വിജയിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ തരക്കേടില്ല എന്നുള്ളൊരു പ്രൊഡക്റ്റ് ഒരുപാട് സ്ക്രിപ്റ്റ് സെലക്ഷൻ ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് സംതിങ് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കറക്റ്റ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവന്റെ അടുത്ത് കുറെ വലിയ പേരുകൾ പറഞ്ഞു തെലുങ്കുല്, അത് ശരിക്കും അവിടുത്തെ ബ്രാൻഡാണ് അല്ലെ? അവരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാ? അവര് റിയൽ ലൈഫ് ഹീറോസ് കൂടിയാണ്. അവരുടെ സ്ക്രിപ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാൽ മലയാളത്തിൽ നമ്മൾ സ്ക്രിപ്റ്റ് ഡ്രിവൺ ആണ്, തെലുങ്ക് കൂടുതൽ എസ്പെഷ്യലി മാസ് ഫിലിംസ് ആർ ഹീറോ ഡ്രിവൺ ആണ്. സോ സ്ക്രിപ്റ്റ് ട്രെയിലർ ചെയ്യുന്നത് ഇതിൽ ആരാ അഭിനയിക്കാൻ പോകുന്നത്, അയാളുടെ സ്ട്രെങ്ത് വെച്ചിട്ടാണ് പലപ്പോഴും ഈ ഡയറക്ടേഴ്സ് പല സാധനങ്ങളും. ഇത് പവൻ കല്യാൺ ഗാരു ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതാം, അല്ലു അർജുൻ ഗാരു ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതാം, നാഗാർജുന ഗാരു ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതാം എന്ന് ആൾക്കാർ വിചാരിക്കേണ്ടത് തോന്നുന്നു. നേരെ മറിച്ച് ഇവിടെയും അത് ഉണ്ടായിരിക്കാം, പക്ഷെ അതിന്റെ എലമെന്റ് കുറവാണ്. കാരണം ചില സാധനങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ട്രോളുകളൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവാം. ചില സാധനങ്ങൾ ഇത് എങ്ങനെയാണ് അവർ പുൾ ഓഫ് ചെയ്യണമെന്നുള്ളത്. ചില ആൾക്കാരുടെ ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഇന്റർവ്യൂസിൽ ഇപ്പൊ ഷൈൻ ടോമിന് ഒരു ക്യാരക്ടർ ഉണ്ട്, ധ്യാൻ ശ്രീനിവാസിന് ഒരു ക്യാരക്ടർ ഉണ്ട്, ആൻഡ് ദേ കൻ പുൾ ഇറ്റ് ഓഫ്. ഷൈൻ എന്തും പറഞ്ഞിട്ട് ഒരു വേദിയിൽ ഇരിക്കാം, ഒരു ലൈസൻസ് അവൻ തന്നെ ഉണ്ടാക്കി. അത് ധ്യാൻ വേറെ രീതിയിൽ ധ്യാനും അത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനെ കുറിച്ചും ധ്യാന്റെ അടുത്ത് ചോദ്യം ചോദിക്കും, എന്തിനെ കുറിച്ചും ധ്യാന്റെ അഭിപ്രായം പറയാം. സോ രണ്ടുപേരും രണ്ട് സ്പേസിൽ ഉണ്ടാക്കി എടുത്താണ്. സോ ഇത് വേറൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ സാധനം ചിലപ്പോൾ സീരിയസ് ആയി പോകും. ഇവര് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ രീതിയിൽ എടുക്കുന്ന പോലെ ഈ ആക്ടേഴ്സ് ഹാവ് ബ്രോട്ട് ഇൻ ദെയർ ഓൺ പേഴ്സോണ. അവർക്ക് ഇങ്ങനെ ഉണ്ട് ഈ സാധനം ഇത്രയും അമാനുഷികമായ ഒരു സാധനം ഇയാൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഉള്ള ഒരു സ്പേസിംഗിലേക്ക് തെലുഗു ആക്ടേഴ്സ് പോയിട്ടുണ്ടെന്നാണ് എന്റെ ചെറിയ ഒബ്സർവേഷൻ ഞാൻ മനസ്സിലാക്കിയത്. ഇത് ഇവരുടെ ക്യാരക്ടേഴ്സിലും എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഓൾ ആർ ഹീറോസ് ആൻഡ് ദേ ഹാവ് എ ചാം. ഞാൻ ഇവരായിട്ട് നേരിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴും ഇവർക്ക് ഒരിക്കലും ഒരു ഹീറോ മറ്റേ അതിന്റെ ഒരു ജാട അങ്ങനെയൊന്നുമല്ല, പക്ഷെ ദേ ആർ ഹീറോസ്. അവർക്ക് അതിന്റെ ഒരു അനുകമ്പ, അതിന്റെ ഒരു കെയർ, അതിന്റെ ഒരു പ്രൊട്ടക്റ്റീവ് നേച്ചർ, ദേ ആർ അവരുടെ റിയൽ ലൈഫ് ചാമും സ്ക്രീൻ പേഴ്സോണയൊക്കെ ആയിട്ട് ഏകദേശം സെയിം ആയി മാറി. ഇത്രയും കാലം വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും. അല്ലു അർജുൻ ഇസ് ആസ് ചാമിങ് ആസ് ഈസ്, അല്ലെങ്കിൽ മോർ ചാമിങ് ഓഫ് സ്ക്രീൻ. ഞാൻ അല്ലു അർജുന്റെ വലിയൊരു ഫാനൊന്നും ആയിരുന്നില്ല. അല്ലു അർജുൻ സിനിമകളാണ് കണ്ടിരുന്നത് തെലുങ്കിന്ന്. ബട്ട് നേരിട്ട് കണ്ടപ്പോൾ ഇയാളൊരു ഗംഭീര മനുഷ്യനാണല്ലോ. ലൈക്ക് ഹീസ് വെരി സ്വീറ്റ്, ഈസ് വെരി ചാമിങ്, ഭയങ്കര ഒരു സ്വാഗ് ഉണ്ട്. എന്ത് കൊടുത്താലും പുള്ളിയുടെ സ്റ്റൈല്. പുള്ളി ഇപ്പം പല ആൾക്കാർക്കും പല സ്റ്റൈലാണ്. ചില ആൾക്കാർ ഇപ്പൊ നസറുദ്ദീൻ ഷാർജീനെയൊക്കെ പോലെയുള്ള ആൾക്കാരും ഒക്കെ ഇർഫാൻ ഖാൻ സാറിനൊക്കെ പോലെയുള്ള ആൾക്കാർ ദേ ഹാവ് എ വേ ഓഫ് പോർട്രേയിങ് സർട്ടൻ ക്യാരക്ടേഴ്സ്. അല്ലു അർജുൻ സാറിനൊക്കെ എങ്ങനെയാ വെച്ചാൽ ഇറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ആൻഡ് പലപ്പോഴും ഞങ്ങൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഐ ഡോണ്ട് കോൾ ഹിം സർ ആൻഡ് എവറിത്തിങ്. ഇറ്റ്സ് ലൈക്ക് ബ്രദർ, ഹി കോൾസ് മീ ബ്രദർ, ഐ കോൾ ഹിം ബ്രദർ. ഞാൻ പലപ്പോഴും എന്ന് വെച്ചാൽ ആ ഒരു ഫീലാണ് അദ്ദേഹം തരുന്നത്. അത് അദ്ദേഹത്തിന്റെ ഗ്രേറ്റ്നെസ് ആണ്. പിന്നെ എപ്പോൾ കാണുമ്പോഴും ഇപ്പോഴും നമ്മളൊരു മെസ്സേജ് അയച്ചാൽ ഞാൻ വിചാരിച്ചു ഇതൊരു വൈകുണ്ഠപുരം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഈ പരിപാടി പ്രൊമോഷൻസ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ കട്ടായി പോകും എന്ന് എനിക്ക് തോന്നിയിരുന്നു. ഞാൻ ഈ അടുത്ത് പോലും ലൈക്ക് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ഞാൻ കല്യാണത്തിന് വിളിച്ചിരുന്നു. കല്യാണത്തിന് അദ്ദേഹം ബെസ്റ്റ് വിഷസ് അയക്കുക ചെയ്ത്. എന്തായാലും വരാൻ പറ്റുന്നുണ്ടാവില്ല, പ്രാക്ടിക്കൽ അല്ല. കേരളത്തിൽ ഞാൻ വളരെ അപൂർവമായിട്ടാണ് വരുന്നത്, പ്രൊമോഷൻസിൽ മാത്രമേ ഉള്ളൂ. സോ യെസ് ടോൾഡ് മീ ദാറ്റ്. പക്ഷെ അതിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നമുക്കത് കാരണം വൈകുണ്ഠപുരം കഴിഞ്ഞ് 4 കൊല്ലമായി പുഷ്പ 2 ഇറങ്ങാൻ നിൽക്കുമ്പോൾ എന്നെ പോലെ ഒരാളെ അദ്ദേഹത്തിന് എന്തിനാ കൺസിഡർ ചെയ്യുന്നത് ഞാൻ ആലോചിക്കും. സോ ദാറ്റ്സ് ഇസ് ഗ്രേറ്റ്. അതേപോലെ എല്ലാവരും, അത് നാഗാർജുന സാർ ആണെങ്കിലും ചൈതന്യ ഗാരു ആണെങ്കിലും. ചൈതന്യ ഈവൻ ട്രൈഡ്. അദ്ദേഹത്തിനന്ന് സേലത്ത് ഷൂട്ടായിരുന്നു കല്യാണത്തിനന്ന്. നേരത്തെ കഴിയുകയാണെങ്കിൽ മീൻസ് തലേ ദിവസം നേരത്തെ കഴിയുകയാണെങ്കിൽ ഐ ട്രൈ മൈ ബെസ്റ്റ് ടു വരാം. ഇതൊന്നും ഇവർ പറയേണ്ട ആവശ്യമില്ല. അവരൊക്കെ അവരവരുടെ ലോകത്തുള്ള ആൾക്കാരാണ്. ഞാൻ തന്നെ ഇപ്പൊ മീറ്റ് ക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു നാനി പ്രൊഡ്യൂസ് ചെയ്ത പടത്തില് അദ്ദേഹത്തിന്റെ ഒരു പ്രൊമോഷനിൽ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ കണ്ടിട്ട് അദ്ദേഹം എഴുന്നേറ്റ് വന്നിട്ട് കൈ തന്ന് കെട്ടിപ്പിടിക്കുന്ന പല ആൾക്കാരും എടുത്ത് ചോദിച്ചു, നാനി സാറ് ജിബി ചേട്ടനെ കണ്ടിട്ട് വന്ന് കൈ പിടിച്ചോ എന്നൊക്കെ എൻ്റെ ചില ആൾക്കാർ ചോദിച്ചു. അത് എന്റെ ഗ്രേറ്റ്നെസ് അല്ല, അത് അവരുടെ ഗ്രേറ്റ്നെസ്സാ. കാരണം അവരവിടുത്തെ അത്രയും വലിയ സ്റ്റാർസാ. അവര് ഇങ്ങനെയാണ് ആൾക്കാരെ കൺസിഡർ ചെയ്യുന്നത്. നമുക്കിതൊക്കെ ലെസൺസാ. ശരിയാ, കറക്റ്റ്. ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും തെലുങ്ക് ഇൻഡസ്ട്രീനെ അതൊരു മസാല പടം മാത്രം വരുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയാണെന്നാണ് എല്ലാവരും കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ജിബി ചേട്ടൻ പറഞ്ഞായിരുന്നു അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞായിരുന്നു. അതിനെ പറ്റിയിട്ട് ഒന്ന് പറയാമോ? അത് കുറെ മുമ്പ് പറഞ്ഞതാണ്, വൈകുണ്ഠപുരം സമയത്താണ്. ഇപ്പൊ അത് ഒരുപാട് മാറിയിരിക്കുന്നു. എസ്പെഷ്യലി പോസ്റ്റ് ബാഹുബലി ആൾക്കാർ ഇപ്പൊ തെലുഗുവിലെ സിനിമകളും കാണുന്നുണ്ട്. പോസ്റ്റ് OTT എസ്പെഷ്യലി
തിയേറ്ററിലൊക്കെ കഴിഞ്ഞൊരു 2 കൊല്ലമായിട്ട് ഭയങ്കരമായിട്ട് ക്രോസ് ഓവർ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അവർ കൂടുതൽ എക്സ്പോസ്ഡ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഒരു വലിയ വിഭാഗം ആൾക്കാർ നമ്മൾ കാണുന്നത് എസ്പെഷ്യലി പഴയ തെലുങ്ക് സിനിമകളുടെ ഓവർ ദ ടോപ്പ് സീൻസ് ഒക്കെ കണ്ടിട്ട്, അല്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നത് ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ റീമേക്കുകൾ. അത് കാണുമ്പോഴാണ് ആൾക്കാർക്ക് കൂടുതൽ അസ്വസ്ഥരാകുന്നത്. കാരണം നമ്മൾ ഇത്രയും ആരാധിക്കുന്ന സിനിമകളെ ഇവർ കൊണ്ടേ ഇങ്ങനെ ബോംബ് വെച്ച് തകർക്കുകയാണല്ലോ എന്നൊരു തോന്നൽ നമുക്ക് വരുന്നുണ്ട്. പക്ഷേ ഞാൻ അവിടെ കൂടി വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ എസ്തെറ്റിക്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ എന്താ വെച്ചാൽ തലശ്ശേരി ബിരിയാണിയും ഹൈദരാബാദി ദം ബിരിയാണിയും തമ്മിൽ വ്യത്യാസമുണ്ട്. തലശ്ശേരി ബിരിയാണിയിൽ ഒരു പ്രത്യേക ക്വാണ്ടിറ്റി ആയിരിക്കും ഒരാൾക്ക് കഴിക്കാൻ പറ്റും. ഹൈദരാബാദി ദം ബിരിയാണി ഓർഡർ ചെയ്താൽ 3 പേർക്കെങ്കിലും കഴിക്കാം. അത്രയും രുചികളാണ് വരിക. ഇതിലൊരു കോഴിമുട്ടയാണെങ്കിൽ അതിൽ 1-2 കോഴിമുട്ട ഉണ്ടാവും. ഇതിൽ മസാല കുറച്ചാണെങ്കിൽ അതിൽ കുറേ മസാല ഉണ്ടാവും. ഇതിൽ വലിയൊരു ഇതിൽ ചെറിയ മറ്റേ അരി ആയിരിക്കും, അതിൽ വലിയ അരി. സോ ഈ കൾച്ചറൽ ഡിഫറൻസ് അവരുടെ സിനിമയിലുണ്ട്, അവരുടെ ആഘോഷങ്ങളിലുണ്ട്, അവരുടെ നേച്ചറിലുണ്ട്. അവിടുത്തെ ഓഡിയൻസ് സ്വീകരിക്കുന്നത്. ഇത് നമ്മൾ ആർക്കാണോ ഇത് വിളമ്പുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. പോയിന്റ് നമ്പർ 1. പക്ഷെ ഇതല്ലാതെ ഒരു സെഗ്മെന്റും കൂടെ തെലുങ്കിൽ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കാണാത്ത വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളുണ്ട്, നമ്മളിലേക്ക് എത്തുന്നില്ല. ഇപ്പൊ ഞാൻ മീറ്റ് ക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് നാനി സർ ചെയ്ത ഒരു പ്രൊഡ്യൂസ് ചെയ്തൊരു പടം ചെയ്തു. അത് നെറ്റ്ഫ്ലിക്സ് അല്ല സോണി ലൈവ് ആണ് എടുത്തിരിക്കുന്നത്. അത് വളരെ എസ്തെറ്റിക് സ്വഭാവമുള്ള, ഒട്ടും ഭയങ്കരമായിട്ടുള്ള ഓവർ ദ ടോപ്പ് അല്ലാത്ത, നമ്മൾ ഹിന്ദിയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു നീഷ് സ്പേസിലുള്ള ആക്ടിങ് പെർഫോമൻസുകൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്രൊജക്റ്റാണ്. നാനിയുടെ സിസ്റ്ററാണ്, ദീപ്തിയാണ് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു ഫീമെയിൽ പെർസ്പെക്റ്റീവിലുള്ള പല ഫീമെയിൽസിന്റെയും കഥയാണ്. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ഇതും തെലുങ്കിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം അത് നമ്മളിലേക്ക് എത്തുന്നില്ല. നമ്മളിലേക്ക് എത്തുന്നത് ഓവർ ദ ടോപ്പ് സാധനങ്ങളും പിന്നെ ഈ ട്രോളുകളാണ്. ഈ ട്രോളുകൾ ഒരു കാലഘട്ടത്തിന്റെ ട്രോളുകൾ കൂടിയാണ് നമുക്ക് എത്തുന്നത്. അതല്ലാത്തതും ഉണ്ട്, ഇല്ല എന്നല്ല. ദേ ഓൾസോ ഹാവ് ഓൾ കൈൻഡ്സ് ഓഫ് ഫിലിംസ്. പക്ഷെ നമ്മൾ ഒരു സെഗ്മെന്റ് മാത്രം വെച്ച് ജഡ്ജ് ചെയ്യപ്പെടരുത്. കാരണം എന്താ വെച്ചാൽ തെലുഗു എനിക്കിപ്പോഴും ഓർമ്മ, ഞാൻ മീഡിയ എന്റർടൈൻമെന്റ് 2010 MBA ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അപ്പൊ ഞാൻ ഫിലിംസ് ആയിരുന്നു എൻ്റെ MBA സ്പെഷ്യലൈസേഷൻ. ബോംബെ ഫിലിം സിറ്റിയിൽ നമ്മുടെ ക്ലാസ്സിൽ ആദ്യം എല്ലാവരോടും ചോദിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിലിം ഇൻഡസ്ട്രി ഏതാണ്. അപ്പൊ എല്ലാവരും ബോളിവുഡ് എന്ന് പറഞ്ഞു. അവരൊക്കെ എഴുന്നേപ്പിച്ച് നിർത്തി ബോളിവുഡ് എന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല, ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ട് ബോളിവുഡ് തന്നെ അല്ലേ, ഞാൻ ബോളിവുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും. എന്നിട്ട് അവർ പറഞ്ഞു അല്ല, ദർ ഈസ് ആൻ ഇൻഡസ്ട്രി കോൾഡ് തെലുഗു ഇൻഡസ്ട്രി. അവിടെ 400 സിനിമകളോളം ഒരു കൊല്ലം ഉണ്ട്. 2010 2011 ഞാൻ പറയുന്നത് കേട്ടോ, അന്ന് ബാഹുബലി ഇല്ല, ഒന്നുമില്ല. ഇവിടെ ബോളിവുഡിൽ 300 ഫിലിംസേ വരുന്നുള്ളൂ. ദേ ഹാവ് ബെറ്റർ ടേൺ ഓവർ, ഫിനാൻഷ്യലി അവർക്ക് ബെറ്റർ ടേൺ ഓവർ ഉണ്ട്. ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് ഫിലിം ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. നിങ്ങൾ മീഡിയ സ്റ്റുഡൻസിന് തെറ്റിപ്പോരുത്. സോ അന്ന് മുതലേ ഇത് ഇന്ത്യയുടെ ഫേസ് ആണ്, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കൊണ്ടുവരുന്ന ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ടാണ് ബാഹുബലി ഉണ്ടായത്. ഞാൻ രമ്യ കൃഷ്ണൻകാരുടെ അടുത്ത്, രമ്യ മാഡത്തിന്റെ അടുത്ത് ഞാൻ ചോദിച്ചിരുന്നു, ബാഹുബലി ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് ഇത്രയും വലുതാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ബിക്കോസ് ഞങ്ങൾ ഒരേ സിനിമയിൽ അഭിനയിച്ചിരുന്നു, ബംഗാരാജു എന്ന് പറഞ്ഞിട്ടുള്ള, ഞങ്ങൾക്ക് ഒരേ കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള കുട്ടിയാണ്, ഓടി ലൈക്ക് ഐ എം ദി സ്റ്റുഡന്റ് ഓഫ് ഫിലിം. അപ്പോൾ അത് മാഡം പറഞ്ഞൊരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാഹുബലി ആദ്യം ഉണ്ടാക്കിയത് ഒരു പാൻ ഇന്ത്യ ഫിലിം ആവുമെന്ന് ഉറപ്പുണ്ടായിട്ടില്ല. അവർക്ക് പ്രതീക്ഷയും വിശ്വാസം ഉണ്ടായിരുന്നു അത് ആന്ധ്രാപ്രദേശിൽ നിന്നും ആന്ധ്ര അല്ലെങ്കിൽ തെലുങ്ക് ഓഡിയൻസ് ഇൻ അമേരിക്ക, വേൾഡ് ഓവറിലുള്ള അവരിൽ നിന്ന് ബ്രേക്ക് ഈവൺ ആവാം എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ ഇത് ഇറക്കുന്നത്. പക്ഷെ അത് ഫസ്റ്റിന് ഇത്രയും സ്വീകാര്യത വന്നപ്പോഴാണ് ദേ എംബ്രേസ്ഡ് ഇറ്റ്, മെയ്ഡ് ഇറ്റ് ബിഗ്. അപ്പൊ അവരൊരിക്കലും ഇത് ഇന്ത്യ മുഴുവൻ ഇത്രയും അധികം ആഘോഷിക്കപ്പെടുന്ന ഒരു സിനിമയാവുമെന്ന് വിചാരിച്ചില്ല. ഈ സിനിമ തെലുഗു ഇൻഡസ്ട്രിയിൽ ആഘോഷിക്കപ്പെടുന്ന അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ഇത് ഓരോ ഇന്ത്യയിലെ നുക്ക് ആൻഡ് കോർണറിലും കട്ടപ്പ എന്തിനാണ് ബാഹുബലിയെ കൊന്നത് എന്നുള്ള അവരവരുടെ ഭാഷയിൽ ചോദിക്കുന്ന ഒരു സിനിമയാവുമെന്ന് അവർ ഒരിക്കലും വിചാരിച്ചില്ല. അതാണ് അവരുടെ. അപ്പൊ അവരിത്രയും വലിയൊരു സിനിമ ആ ഇൻഡസ്ട്രിയിൽ തന്നെ തിരിച്ചു വാങ്ങാം എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയതാണ്. സോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ കൈൻഡ് ഓഫ് ഇൻഡസ്ട്രി ദാറ്റ് ഈസ്. അണ്ടർസ്റ്റിമേറ്റ് ആരും ചെയ്യുന്നുണ്ട്, പക്ഷെ സംടൈംസ് നമ്മൾ ചെറിയ സാധനങ്ങൾ മാത്രം വെച്ച് അതിനെ ജഡ്ജ് ചെയ്യപ്പെടുന്നു. അവിടെയും ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ട്, വളരെ സെൻസുള്ള ഡയറക്ടേഴ്സ് ഉണ്ട്. ചില സാധനങ്ങൾ ഇപ്പൊ പോക്കിരി എന്ന് പറഞ്ഞിട്ടുള്ള തമിഴ് ഫിലിം നമ്മൾ ഇവിടെ എത്ര ആഘോഷിച്ച വിജയ് സാറിന്റെ, അതിന്റെ ഒറിജിനൽ തെലുഗാണ്. മഹേഷ് ബാബു സാറ് ചെയ്ത സിനിമയാണത്. ഞാൻ ആദ്യം ചെയ്ത് കാണുന്നത് തെലുഗു. എനിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ടായിരുന്നു. അതാണ് പ്രശ്നം. ഞാൻ കോളേജ് പഠിക്കുമ്പോഴാണ് പോക്കിരി ഇറങ്ങുന്നത്. ഞാൻ മഹേഷ് ബാബു സാറിന്റെ സിനിമകൾ അന്നേ മീൻസ് ആസ് മോർ ദാൻ ആൻ ആക്ടർ, ആസ് എ സ്റ്റാർ ഞാൻ അദ്ദേഹത്തിന് ആഘോഷിക്കുന്ന ഒരാളാണ്. പോക്കിരി കണ്ടിട്ട് ഞാനിങ്ങനെ വിജയ് സാറിന്റെ കരിയറിലെ ഒരു ഒട്ടുമിക്ക 5 or 6 കരിയർ ഹിറ്റ്സ് തെലുഗു റീമേക്ക് ആണ്, ഫ്രെയിം ബൈ ഫ്രെയിം റീമേക്ക് ആണ്.
അപ്പൊ ആ സ്ക്രിപ്റ്റുകൾ വരുന്ന തെലുങ്കാണ്. പോക്കിരി പോലെ മനോഹരമായിട്ടുള്ള സ്ക്രിപ്റ്റുകൾ വരുന്ന തെലുങ്കാണ്. കേരളം ആഘോഷിച്ചത് പോക്കിരി. പിന്നെ അതേപോലെയാണ് അതും. ശരിക്കും പോക്കിരി തെലുഗും തമിഴും ഒപ്പം വെച്ച് കണ്ടോക്കൂ. ഓൾമോസ്റ്റ് ഒരു 75 to 80% ഡയലോഗ്സ് ആൻഡ് ഫ്രെയിംസ് പോലും സെയിം. ലൊക്കേഷൻ പോലും ചില സ്ഥലത്ത് സെയിം. എന്ന് വെച്ചാൽ ഇത് ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള സാധനമല്ല, ഇതേപോലെ എടുത്തു വെച്ചിരിക്കുക. അതെ. പിന്നെ സ്വാഭാവികമായിട്ടും വിജയ് സാറിന്റെ ചാം, വിജയ് സാറും മഹേഷ് ബാബു സാറിന്റെ ചാം അദ്ദേഹവും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പ്രഭുദേവെ പോലെ അദ്ദേഹത്തിനെ പോലെ ഒരാൾ ഡയറക്ട് ചെയ്തതിന്റെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു 70 to 75% രണ്ടും സിമിലർ ആണ്. അടിപൊളി. ഇപ്പൊ ഉണ്ടല്ലോ കുറെ ഫാൻസ് ഉണ്ട്. അപ്പം ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫാൻ എക്സ്പീരിയൻസ് ഒക്കെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഒരുപാട് എക്സ്പീരിയൻസുകളുണ്ട്. ഇപ്പോഴല്ല, എനിക്ക് കൂടുതൽ അത് ഇറ്റ് വാസ് മോർ ഡ്യൂറിങ് D4 ഡാൻസ് ടൈം, പ്രേതം ടൈം, അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര യൂഫോറിക് എക്സ്പീരിയൻസുകളല്ല. ബട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, ചില കമന്റുകളൊക്കെ ഓർത്ത് വെക്കുന്ന കുറെ ഫാൻസ് ഉണ്ട്. ഇപ്പൊ എനിക്കൊരു ഫാൻ ഉണ്ട്, സിന്ധ്യ രതീഷ് എന്ന് പറഞ്ഞിട്ട്. പേര് ഒന്നതിനെന്താ വെച്ചാൽ എനിക്കിപ്പോ അങ്ങനെ ഒരുപാട് അങ്ങനെ ഞാൻ ഓർത്തു വെക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്ര വലിയ ഫാൻസ് അങ്ങനെയല്ല. എനിക്കിത് ഓർത്തു വെക്കാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ റെഗുലർ ആയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് വേണ്ടി എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ അവർക്ക് മന്ത്ലി പേയ്മെന്റ് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ, അങ്ങനെയാണ് ചേട്ടനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിന്ധ്യ ഷീസ് ലൈക്ക് എ സിസ്റ്റർ ടു മീ. ലൈക്ക് ചിലപ്പോൾ ഞാൻ ഇന്ററാക്ട് ചെയ്യുക ചെയ്യാറുണ്ട്. ഞാൻ പൊതുവേ എനിക്ക് പരിചയമില്ലാത്ത ഒരാളുമായിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്യില്ല. കാരണം പല ആൾക്കാരും എൻ്റെ സിമിലർ വോയിസ് നോട്ട് കേട്ടു, അത് കേട്ടു, ഇത് കേട്ടു എന്നൊക്കെ പറയും. ഇപ്പത്തെ ഈ എയും കൂടി വന്നോട് കൂടിയിട്ട് എൻ്റെ ടിക്ക് മാർക്കുള്ള ഇൻസ്റ്റാഗ്രാമിൽ നിന്നല്ലാതെ വേറെ എവിടെ നിന്ന് എന്ത് വന്നാലും അത് റെസ്പോണ്ട് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കതിന് ടൈം ആൻഡ് സ്പേസും ഇല്ല. ബട്ട് ഐ മെറ്റ് സിന്ധ്യ ഒരു പ്രാവശ്യം എന്നെ നേരിട്ട് വന്ന് കണ്ടതോട് കൂടിയിട്ട് ഞാൻ അപ്പം അതുപോലെ ചില ആൾക്കാരുണ്ട് ഹൂസ് ലൈക്ക് അവരുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിതെല്ലാം ഓർത്ത് വെക്കും. ഓരോ ചെറിയ കാര്യങ്ങളും ഓർത്ത് വെക്കും. ചില സമയങ്ങളിൽ ഇപ്പോൾ എനിക്ക് അവരുടെ ആ ഒരു എലമെന്റ് ഓഫ് കമ്മിറ്റ്മെന്റ്, നമുക്ക് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുന്നൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നും. ഗോപിയുടെ കാര്യത്തിൽ അത് കൂടുതലാട്ടോ. ലൈക്ക് എനിക്ക് ഞാൻ ഭയങ്കര എന്ന് വെച്ചാൽ എനിക്ക് ഫീൽ ചെയ്യാൻ ഞാൻ D4 ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അന്ന് ഈ ഇൻസ്റ്റഗ്രാമും ഒന്നും അത്രയും അധികം ഇല്ല. പക്ഷെ ഫേസ്ബുക്ക് കയറി വരുന്ന സമയം. പിന്നെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ D4 D3 ആദ്യമൊക്കെ വന്ന സമയത്താണ് യൂട്യൂബിൽ ഇതിന്റെ പ്രസൻസ് കൂടുന്നത്. അപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് ഒഴിഞ്ഞു. അതുകൊണ്ട് എന്നാലും എനിക്ക് സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലൊക്കെ ഈ ഒരു എലമെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ പറയുന്ന ഫാൻ പേജസിന്റെ എലമെന്റുകളൊക്കെ ഇത്രയും അധികം ഉണ്ടായിരുന്നു. അത് ഞാനിപ്പോ ഗോപികടയിലാണ് കൂടുതൽ ഒബ്സർവ് ചെയ്യുന്നത്. കാരണം സാന്ത്വനം ഇത്രയും കയറി നിൽക്കുന്ന സമയത്ത് ദ കൈൻഡ് ഓഫ് എഫേർട്ട് ദേ ടേക്ക്. ആൻഡ് സർട്ടൈൻ ചാനൽസ് ഞാൻ തന്നെ അവരെ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഞാൻ കൃത്യമായിട്ട് അവരുടെ ഫീഡ്സ് പോയി നോക്കാറുണ്ട്. കാരണം വളരെ സെൻസിബിൾ ആയിട്ട് അവരുടെയും എഫേർട്ട്. ഇപ്പൊ എന്റെയൊക്കെ തന്നെ കഴിഞ്ഞ 10 കൊല്ലത്തെ പല ഇന്റർവ്യൂസും ഞാൻ ചെയ്ത ആഡ്സും അതും ഇതൊക്കെ വെച്ച് ഇവര് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ചില സാധനങ്ങൾ ചെയ്യുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊരു പാഠമാണ്. ലൈക്ക് ഒരു ആത്മാർത്ഥമായ സ്നേഹത്തിൽ നിന്ന് വരുന്ന റിസൾട്ട് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഗോപിയുടെ അടുത്ത് ഞാൻ പറയാറുണ്ട്, യു ആർ വെരി ബ്ലെസ്ഡ് ടു ഹാവ് ദിസ്. നമ്മൾ എന്തെങ്കിലും ചെയ്ത് യു ഷുഡ് കീപ് ദിസ് ഗോയിങ്. കാരണം എനിക്കും വലിയ അനുഗ്രഹമാണ് ഈ D4 കഴിഞ്ഞ് ഇപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞ പോലെ. ഗോപിക എപ്പോഴും പറയും സാന്ത്വനം ഏറിപ്പോയ 1 കൊല്ലം 2 കൊല്ലം അത് കഴിഞ്ഞാൽ പിന്നെ ആരും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ. ഇവരുടെയൊക്കെ ഒരു പാഷൻ കണ്ടിട്ട്, ഇവരുടെ ഒരു ഇന്റൻസിറ്റി കണ്ടിട്ട് ചിലപ്പോൾ സീരിയലിന്റെ പേര് ഒരുപാട് അവർ പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങളെ ഒന്നും അവർ വിടും തോന്നില്ല. എസ്പെഷ്യലി സച്ചിൻ, ഗോപിക, അവരുടെ ഒരു ഗ്യാങ്ങിന് അവര് എന്നും ഒരു കാലത്ത് ഒരു മറക്കം തോന്നുന്നില്ല. ബിക്കോസ് ഞാനത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. 2014 D4 ഡാൻസ്. ദിസ് ഇസ് 2024. 10 കൊല്ലം കഴിഞ്ഞിട്ട് ഈ ഇന്റർവ്യൂലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വാസ് D4 ഡാൻസ്. അപ്പൊ അത് ഞാൻ ചിലപ്പോ പറയാം. ഗോപികയുടെ കാര്യം പറഞ്ഞപ്പോഴാ എങ്ങനെ പോകുന്നു കല്യാണം കഴിഞ്ഞിട്ടുള്ള ലൈഫ്? ലൈഫ് ഇസ് ഗുഡ്. ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ഇൻ ലൈഫ്, ഡിഫറെന്റ് എക്സ്പീരിയൻസ് ഇൻ ലൈഫ്. നമ്മൾ പുതിയൊരാളുമായിട്ട് ജീവിക്കുമ്പോൾ യു ലേൺ എ ലോട്ട്, യു അണ്ടർസ്റ്റാൻഡ് എ ലോട്ട് ഓഫ് തിങ്സ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നെഗോസിയേഷൻ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എൻജോയ്മെന്റ്. ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ ലൈഫിലെല്ലാം എൻജോയ് ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഗോപിക ലൈഫിൽ വന്നേ പിന്നെ ഗോപിക ജീവിച്ചേട്ടനെ മാറ്റിയെടുത്തിട്ടുള്ള 3 കാര്യങ്ങൾ എന്താ? അല്ലെങ്കിൽ പുതിയത് വന്നിട്ടുള്ള ഒരു 3 കാര്യം എന്താ? ഓക്കെ, ലൈക്ക് ചേഞ്ചസ് എനിക്ക് തോന്നിയത് ഞാൻ ഒരിക്കലും ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ കുട്ടി കുട്ടി കാര്യങ്ങളിലാണ് ഈ വലിയ ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഞാൻ ഗോപികയിൽ കൊണ്ടുവന്നൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ട്, അത് വിച്ച് ഐ ലെറ്റ് യു നോ. പക്ഷെ എന്നിൽ വന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്, ഞങ്ങൾ ബോയ്സ് ഒക്കെ ഞങ്ങൾക്ക്
അത് ഞാൻ ജനറലൈസ് ചെയ്യല്ല, ബട്ട് എനിക്ക് അറിയുന്ന എൻ്റെ അനിയൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും ഞാൻ 1-2 ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും ഇതാണ് എൻ്റെ രീതി. ഞാൻ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തു, ഇനി എൻ്റെ കുഴപ്പമാണോ. ഞങ്ങൾക്കിപ്പോൾ ഒരു ബാഗൊക്കെ ഉണ്ട്, ഈ ബാഗും കൊണ്ട് ഞങ്ങൾ നടക്കും, ബാഗ് ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ വെക്കും. എല്ലാം കഴിഞ്ഞ് റൂമിൽ കയറി ഈ ബാഗ് എടുത്ത് നേരെ ബെഡിന്റെ വിലയിടും. ഇത് ഗോപിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡിഫറൻസ് ആണുള്ളത്. ഇത് എന്റെ പെൺകുട്ടികൾ ഫ്രണ്ട്സിന്റെ അടുത്ത് നമ്മള് സുഹൃത്തുക്കളുടെ അടുത്ത് പെൺകുട്ടികൾ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഇതുവരെ ഞാൻ എൻകൗണ്ടർ ചെയ്തിട്ടില്ല. ലൈക്ക് ഐ എം സമ്മൺ, എനിക്ക് എത്രത്തോളം ആൺകുട്ടികൾ ഫ്രണ്ട്സ് ഉണ്ടോ അത്രത്തോളം പെൺകുട്ടികൾ ഫ്രണ്ട്സ് ഉള്ള. പക്ഷെ ഇതുപോലൊരു സാധനം ഞാൻ എൻകൗണ്ടർ ചെയ്തിട്ടില്ല, മനസ്സിലായില്ലേ? കാരണം അങ്ങനെ ആവശ്യം വന്നിട്ടില്ല. അപ്പൊ അതെനിക്കൊരു ഇങ്ങനത്തെ കുറെ ചെറിയ ചെറിയ എന്ന് വെച്ചാൽ വീട്ടില് ചെരുപ്പിട്ട് നടക്കുക, ഞാൻ ഒരിക്കലും ചെയ്യാത്തൊരു സാധനമാണ്. ഞാൻ വീട്ടില് ചെരുപ്പിട്ടാണോ നടക്കുക? അച്ചു വീട്ടില് ചെരുപ്പിട്ടാണോ നടക്കുക? ഇപ്പൊ ചെരുപ്പിടുന്നില്ല. ഇപ്പോ ഇസ് ദ പോയിന്റ് അല്ലേ? ഇപ്പോ ഇസ് ദ പോയിന്റ്. സോ ബിക്കോസ് ഞാൻ ഒന്നാമത് പ്രോബബ്ലി ഇപ്പൊ നിങ്ങൾ അത്ര ഇല്ലെങ്കിലും നിങ്ങളിപ്പോ രോമാഞ്ചം ആവേശമൊക്കെ കാണുമ്പോ ഏറെക്കുറെ ബോയ്സിന്റെ ഒരു ഹോസ്റ്റൽ ലൈഫ് കാണുന്നുണ്ടല്ലോ. അതായത് നിങ്ങൾക്ക് തോന്നാറില്ല ഇത്രയും ഇങ്ങനെയാണോ ഇവര് ജീവിക്കുന്നതെന്ന്. അത്ര ഇല്ലെങ്കിൽ പോലും ലൈക്ക് ഞങ്ങളെ ഒരു വലിയ വിഭാഗം ആൾക്കാർ അതിൽ പോലും ഞങ്ങൾക്ക് നമ്മൾ അതിനെ കുറിച്ച് ബോധേഡ് ആവുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അത് ഇവർക്കൊരു ബിഗ് നോ ആണ്. അപ്പൊ ആ സ്പേസിങ് ഇവളെ ഭയങ്കരമായിട്ട് എജിറ്റേറ്റഡ് ആക്കാറുണ്ട്. അപ്പൊ എനിക്ക് നിസ്സാരമായി തോന്നാ പിന്നെ പറയേ, ഞാനിപ്പോ ബാഗ് ബെഡിൽ വെക്കാറിലോട്ട്. അത് ചെറിയ ചേഞ്ച് അല്ല. സോ ദാറ്റ് അങ്ങനത്തെ കുറെ നമ്മൾ ഇതുവരെ ഒരിക്കലും ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ ചിന്തിക്കുക പോലും ചെയ്യാത്ത കുട്ടി ചെറിയ കാര്യങ്ങൾ. പിന്നെ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡിസിപ്ലിൻ ഹസ് കം ടു മീ ഇൻ എവറിത്തിങ്. ഇപ്പൊ എൻ്റെ ഒരു സ്വഭാവമൊക്കെ വെച്ചിട്ട് ഒന്നാമത് ഒറ്റത്തടിയാണ്. വീട്ടിലേക്ക് കാര്യമായിട്ട് സഹായമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർ രണ്ടുപേരും നല്ല ജോലിയിൽ നിന്ന് റിട്ടയർ ആയിട്ട് അത്യാവശ്യം അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത്. അപ്പൊ എനിക്ക് ദർ ഇസ് നോ ലയബിലിറ്റീസ്. എനിക്ക് മറ്റേ ഭയങ്കരമായിട്ടുള്ള ബാധ്യതകളൊന്നും ഒന്നുമില്ല. തെലുങ്കൊക്കെ ചെയ്യുന്നോണ്ട്. അപ്പൊ എനിക്കിങ്ങനെ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇങ്ങനെ കാശ് ഇങ്ങനെ സ്പെൻഡ് ചെയ്യുക, മാരിയേറ്റ് പോയി നിൽക്കുക. എൻ്റെ ലൈഫ് സ്റ്റൈല് ഒരിക്കലും ദൂർത്തെന്നല്ല അതിന് പറയുന്നത്. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ എമൗണ്ടുകൾ അല്ലെങ്കിൽ ഒരു സ്പേസ് സ്പെൻഡിങ് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള ക്രിയേറ്റീവ് സ്പേസ്. വെറുതെ ഇരിക്കുമ്പോൾ ഷോർട്ട് ഫിലിം ഉണ്ടാക്കുക, വലിയ എമൗണ്ട് മുടക്കി ഷോർട്ട് ഫിലിം ഉണ്ടാക്കുക, പാട്ടുകൾ, മ്യൂസിക് വീഡിയോ, ഒരു 5-6 മ്യൂസിക് വീഡിയോ കോമ്പിനേഷൻ ഞാൻ തന്നെ പാടിയ, വേറൊരാളുടെ നിലയിൽ കൊണ്ടുപോയി വെക്കാതെ ഞാൻ തന്നെ പാടിയ മ്യൂസിക് വീഡിയോസ് ഉണ്ടാക്കുക. ഇങ്ങനെ കുറെ ഒരു ലക്ഷ്യമില്ലാത്ത കുറെ പരിപാടികളുണ്ട്. സോ ഐ ബിക്കം എ ലിറ്റിൽ മോർ ഡിസിപ്ലിൻ ഇൻ ദാറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നത് ചോദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, വീട്ടിൽ പറയാറില്ല. വീട്ടിൽ ഒരാൾക്കും അറിയില്ല ഞാനിത് എവിടേക്ക് കൊണ്ടിട്ട് കാശ് ചെലവാക്കുന്നത്. ഞാൻ അച്ഛനോട് അമ്മയോട് ഡിസ്കസ് ചെയ്യാറില്ല. പക്ഷെ ഗോപിക ഇസ് എ ലിറ്റിൽ മോർ, ഷീ ഈസ് വെരി ഡിസിപ്ലിൻഡ് വെൻ ഇറ്റ് കംസ് ടു ദീസ് തിങ്സ്. അപ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധ വരാൻ തുടങ്ങി. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അനാവശ്യമായിട്ടുള്ള സ്പെൻഡിങ് ആണെങ്കിലും അല്ലെങ്കിൽ എന്ന് വെച്ചാൽ സ്പെൻഡിങ്ങിന് കുറവൊന്നുമില്ല, പക്ഷെ ഈ പറഞ്ഞ പോലെ അനാവശ്യമായിട്ട് ഇത് വേണോ ചേട്ടാ ഒന്ന് ആലോചിച്ച് ചെയ്യണം എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടല്ലോ. ദാറ്റ്സ് സംതിങ് വെരി പോസിറ്റീവ് ദാറ്റ് ഹസ് കം ടു മീ. ബാഗ് ബെഡിൽ വെക്കുന്ന പോസിറ്റീവ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് ദിസ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് മീ ഓൾസോ. എന്ന് വെച്ചാൽ ഞാനിപ്പോഴും ഗോപികയുടെ അടുത്ത് പറയുന്നത്, പണ്ടാണെങ്കിൽ അപ്പൊ അവള് പറയും ചാടി ഇറങ്ങിയത് എനിക്കറിയാം, അവിടെ ചിലവ് നോക്കാതെ ചാടി ഇറങ്ങിയത്. അപ്പൊ ആ ഒരു ഡിസിപ്ലിൻ ലൈക്ക് അത് മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു എലമെന്റ് അത് വന്നിട്ടുണ്ട്, വിച്ച് ഇസ് സ്വീറ്റ്. ഗോപികയിൽ വന്ന് ചേഞ്ച് ഗോപികയാണ് പറയേണ്ടത്. ബട്ട് വൺ തിങ് ഐ ഡെഫിനറ്റ്ലി പറയാം, കഴിഞ്ഞ 5 മാസം 6 മാസത്തിൽ ഗോപിക പെട്ടി പാക്ക് ചെയ്യും അൺപാക്ക് ചെയ്ത പോലെ അവളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാവില്ല. അവൾക്ക് അതാണ് അവൾ ആകെ ജീവിതത്തിൽ പറഞ്ഞൊരു കംപ്ലൈന്റ്. എനിക്ക് പെട്ടി പാക്ക് ചെയ്ത് മടുത്തു, എനിക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്ന് ഷീസ് ഇൻ ടു ദാറ്റ് സ്പേസ് വേർ പുസ്തകം വായിച്ച് കോഫി മഗ്ഗൊക്കെ വെച്ച് കാലിന്മേ കാല് കയറ്റി വെച്ച് മ്യൂസിക് ഇട്ട് ഇതിനുള്ള ഒരു അവസരം വളരെ കൊടുത്തിട്ടേ ഇല്ല. എന്ന് വെച്ചാൽ ബട്ട് ഷീ ലൈക്സ് ട്രാവൽ. അവൾക്ക് യാത്ര ഇഷ്ടമാണ്, എൻ്റെ ഓട്ടങ്ങളുടെ കൂടെ കൂടാൻ ഇഷ്ടമാണ്, അതെല്ലാം ഇഷ്ടമാണ്. അവൾക്ക് ആകെ ഇഷ്ടമുള്ളത് പെട്ടി പാക്ക് ചെയ്യുക എന്നുള്ളത് എനിക്ക് വയ്യ. കാരണം ലൈക്ക് വി ലിവ് ഔട്ട് ഓഫ് ബാഗ്സ്. ഇപ്പോൾ ഈ ഇന്റർവ്യൂ എപ്പോഴാണ് പുറത്തു വരാമെന്ന് അറിയില്ല, ബട്ട് 3 days ബിഫോർ ഐ വാസ് ഇൻ ദുബായ് ആൻഡ് 6 days ബിഫോർ ഞാൻ ബോംബെയിലായിരുന്നു. അതിൻ്റെ ഒരു 6 ദിവസം മുമ്പ് വേറെ സ്ഥലത്തായിരുന്നു. ഞാൻ വീട്ടിൽ പോയിട്ട് കുറച്ച് കാലമായി. എന്ന് വെച്ചാൽ ഇനി എന്നാ പോവാന്ന് അറിയില്ല. ഞാനിപ്പോ ലാസ്റ്റ് പട്ടാമ്പി വീട് ഈ ഇന്റർവ്യൂസ് ഇപ്പൊ ഇത് എടുത്തോണ്ടിരിക്കുമ്പോ ഞാൻ ലാസ്റ്റ് 26-ാം തീയതി ഇപ്പൊ എന്ന് വെച്ചാൽ ലാസ്റ്റ് മന്ത് ജൂണിലോ ജൂലൈ എന്നാ പോയത്. ഇപ്പൊ ഇത് ഏകദേശം എത്രയായല്ലോ, ഇനിയും കുറച്ച് കഴിഞ്ഞിട്ടേ വീട്ടിൽ പോകണം. സോ ഇങ്ങനെ ഒരു 15 ദിവസം 20 ദിവസം വീട്ടിലുണ്ടാവില്ല അങ്ങനെയൊക്കെ. അത് ഗോപികയുടെ വിളിച്ച. പക്ഷെ ഷീസ് ലൈക്ക്
ഭയങ്കര സ്പോട്ടാട്ടോ. ലൈക്ക് ഷീസ് ലൈക്ക് നമുക്ക് ഇവിടെ പോണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഇതിലാവേശമുണ്ട് പെട്ടി പാക്ക് ചെയ്യാൻ വയ്യല്ലേ. പെട്ടി നമ്മൾ ഇങ്ങനെ മറ്റേ ഹാരി പോട്ടർ ഒക്കെ ചെയ്യുന്ന പോലെ മാജിക് വാണ്ട് വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ പെട്ടി പാക്ക് ആവണം. അത് മാത്രമേ കുഴപ്പമുള്ളൂ. അങ്ങനെ കുറെ ചേഞ്ചസ് ഉണ്ട്. ഇനി എപ്പോഴെങ്കിലും ഗോപിക കൈ കിട്ടുമ്പോൾ ഒരു ദിവസം അടിപൊളി. പക്ഷെ ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ വീട്ടിൽ പോയിട്ട് കുറെ നാളായി, അല്ലെങ്കിൽ വർക്കാണ്, ട്രാവൽ ചെയ്തോണ്ടിരിക്കുക. എങ്ങനെ ഈ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ബാലൻസ് ചെയ്യും? എനിക്ക് ഭയങ്കര ചെറിയ തിൻ ലൈനാണ് ബിറ്റ്വീൻ മൈ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ്. ലൈക്ക് യു ഡോണ്ട് സീ മച്ച് ഓഫ് എ ഡിഫറൻസ്. എന്നും അങ്ങനെയായിരുന്നു കേട്ടോ. എനിക്കത് കല്യാണത്തിന് ശേഷം വന്ന ഡിഫറൻസ് അല്ല. എൻ്റെ ലൈഫ് വാസ് ഓൾവേസ് എ തിൻ ലൈൻ ബിറ്റ്വീൻ പേഴ്സണൽ. ഫസ്റ്റ് ഓഫ് ഓൾ ആർക്കും ഞാൻ എന്തൊക്കെ ചെയ്യുന്നതിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ആൾക്കാർക്ക് അറിയുന്നതെന്ന് വെച്ചാൽ ഞാൻ അവതരണം ഒരു കാലത്ത് ഭയങ്കരമായിട്ട് ചെയ്തിരുന്നു. ഇപ്പം അധികം കാണാറില്ല. സിനിമ തെലുങ്കിൽ എന്തോ ചെയ്യുന്നുണ്ട്, ഇത്രയും ആൾക്കാർക്ക് അറിയുന്നു. പക്ഷെ എൻ്റെ ഒരു മെയിൻ സ്ട്രീം ഓഫ് വർക്ക് എന്ന് പറയുന്നത് ഞാൻ ആഡ്സിൽ വളരെ പ്രോമിനൻ്റ് ആണ്. ആ ആഡ്സിൽ തന്നെ ഐ ടൈംസ് ഡു പ്രൊഡക്ഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഷൂട്ട് ആഡ്സ്. ഞാൻ ആഡ്സിന്റെ TVCs ഷൂട്ട് ചെയ്യും, റീൽ കണ്ടന്റ്സ് ഷൂട്ട് ചെയ്യും. ആൻഡ് ഈ ആഡ്സ് എല്ലാം പലതും ബിസിനസ് പ്രപ്പോസൽസ് പോലെ പിച്ച് ചെയ്തിട്ട് വരുന്നതാണ്. ഇറ്റ് ജസ്റ്റ് ഡസന്റ് കം മൈ വേ ലൈക്ക് ദാറ്റ്. ഞാൻ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാണ്. ഞാൻ 2-3 കമ്പനികളുടെ ബ്രാൻഡ് അംബാസഡർ ആണ്. ആൻഡ് എവറി ഇയർ ഓണത്തിന് ഞാൻ ഏതെങ്കിലും ഒരു വലിയ നാഷണൽ ബ്രാൻഡിന്റെ പരസ്യത്തിന്റെ ഭാഗമാവുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ബിക്കോസ് മലയാളത്തിൽ ഇവിടെ എവിടെ ഇല്ല ഞാൻ. പക്ഷെ ഇപ്പം കല്യാണി പ്രദർശനം ഞാനും കൂടിയിട്ട് ആശീർവാദ് ഗീ ചെയ്തു. കഴിഞ്ഞതിന് മുമ്പത്തെ പോലെ മാക്സ് ഫാഷൻ ചെയ്തു, ഡാബർ ഹണി ചെയ്തു, കാനൻ ഇന്ത്യ ഞാനും മഹിമ നമ്പ്യാരും കൂടെ ചെയ്തു. ഈ കൊല്ലം ലിനൻ ക്ലബ്ബ് ചെയ്യുന്നു, കൃഷ്ണ തുളസി കപ്സർ, പോളിസി ബസാർ, എല്ലാം നാഷണൽ ഈ ബോംബെ ഏജൻസീസ് ഒക്കെ വന്ന് ഷൂട്ട് ചെയ്യുന്നതിൽ. അപ്പൊ ആ ഒരു പരിപാടി ഒരു ഭാഗത്ത് പോകുന്നുണ്ട്. റീജിയണൽ ഡിമോസ് ഫർണിച്ചർ പോലെയുള്ള റീജിയണൽ 4 കൊല്ലമായിട്ട് അവരുടെ ബ്രാൻഡ് അംബാസഡർ. ഇതിന്റെ കണ്ടന്റ് ക്രിയേഷൻ ഐ ഡു എ ലോട്ട് ഓഫ് തിങ്സ്. ഇതൊന്നും ഇപ്പൊ ഞങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ദുബായി പോകുന്നത് അവിടെ വി ഡു എ ലോട്ട് ഓഫ് പ്രൊഡക്ഷനും ഇതുപോലെ വർക്ക് റിലേറ്റഡ് പരിപാടി. അപ്പൊ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്രകൾ എപ്പോഴും ഉണ്ടാവും. ഇതെനിക്ക് കല്യാണത്തിന് മുമ്പേ അങ്ങനെയായിരുന്നു. കല്യാണത്തിന് ശേഷം കൂടെ വന്നാണ് ഞാൻ അങ്ങനെ ശീലിപ്പിച്ചെടുത്തത്. പക്ഷെ അവർക്ക് യാത്ര ഇഷ്ടമായോണ്ട് കുഴപ്പമില്ല. ഷീ ഈസ് ഗെറ്റിംഗ് അലോങ്, ഷീ ഈസ് ഓൾസോ ഹാവിംഗ് ഫൺ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ നോക്കുകയാണ് എപ്പോഴും. ഇപ്പൊ അവളുടെ വർക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഐ ഗോ വിത്ത് ഹെർ, എനിക്ക് വർക്ക് ഉണ്ടെങ്കിൽ ഷീ കംസ് വിത്ത് മീ. ഇങ്ങനെയാണ് ഞങ്ങളത് കഴിയുന്നത് മാനേജ് ചെയ്യുന്നത്. പക്ഷെ ഇൻ ദ ലാസ്റ്റ് 6 months മാക്സിമം ഒരു 15 ദിവസം പട്ടാമ്പി വീട്ടിലുണ്ടാവും. മാക്സിമം ഒരു 6-7 ദിവസം കോഴിക്കോട് വീട്ടിൽ വരുന്നുണ്ടാവും. ബാക്കിയൊക്കെ എന്ന് വെച്ചാൽ ഈ 6 മാസത്തിൽ ഞങ്ങള് വി വെന്റ് ടു സം 5 countries, 6 states. എന്ന് വെച്ചാൽ ബാംഗ്ലൂർ, ഹൈദരാബാദ്, ബോംബെ, ചെന്നൈ ഒക്കെ പോയി. ഹോങ്കോങ്, മക്കാവ്, ദുബായിൽ 3 തവണ പോയി. അപ്പം ഇതൊക്കെ ഈ ഒരു 6 മാസത്തിൽ ഇത്രയൊക്കെ ചെയ്തു. പിന്നെ കൊച്ചി യാത്ര ഇതന്നെ. ഈ കൊച്ചിയിലാണ് പാക്കിംഗ് വരുന്നത്. 4 ദിവസം കൊച്ചി, പട്ടാമ്പി, വീണ്ടും പിറ്റേ ദിവസം കൊച്ചി. അടിപൊളി. ജീപ്പി ചേട്ടനെ പറ്റി പറയാൻ ഒരു 3 വാക്ക് പറയാൻ പറഞ്ഞ എന്തായിരിക്കും? ഡിസ്ക്രൈബ് ചെയ്യോ? 3 വേർഡ്സ്. ഐഡിയാസ്, ബിലീഫ്, ഹാർഡ് വർക്ക്. അടിപൊളി. 3-ലും പക്ഷെ വലിയ അർത്ഥങ്ങളൊക്കെയാണ് കേട്ടോ. ഐ ത്രൈവ് ഓൺ ദാറ്റ്. എനിക്ക് തോന്നുന്നു ഞാൻ സർവൈവ് ചെയ്യുന്നതിന് ചിലപ്പോൾ ഈ 3 തോന്നുന്നു. ഐ എം ഹാപ്പി യു ആസ്ക്ഡ് മീ ദാറ്റ് ക്വസ്റ്റ്യൻ. കെപ്റ്റ് മീ തിങ്കിങ്. പലപ്പോഴും ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എന്നിലേക്ക് വർക്ക് വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. അത് അവതരണം മാത്രമേ വരുന്നുള്ളൂ. ഇപ്പം ഇപ്പോഴും എനിക്ക് എല്ലാ അവാർഡ് നൈറ്റ്സും ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത്തവണത്തെ ഐഫ, സൈമ, ഫിലിം ഫെയർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആ ഏരിയ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാനത് എക്സ്പ്ലോർ ചെയ്തിട്ട് എന്റെ സ്പേസിങ് കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഞാനത് പ്രൂവ് ചെയ്ത ഏരിയ ആണ്. എല്ലാവരും ഈ മെത്തേഡ് ആയിരിക്കണം എന്നില്ല. പക്ഷെ എനിക്ക് ആ ഏരിയ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ ഒരുപാട് പഠിക്കാൻ ഇനി അധികം ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഐ എം ഡൺ ഡൂയിങ് ദറ്റ്. ഞാൻ ഇവിടുത്തെ ഏഷ്യൻ ഫിലിം അവാർഡ്സ് 2 തവണ ഹോസ്റ്റ് ചെയ്തു. ഐ ഡിഡ് സൈമ, അപ്പം ഒട്ടുമിക്ക വലിയ സാധനങ്ങളൊക്കെ 1-2 തവണ ചെയ്തു. 10-200-300 എപ്പിസോഡ് ഓഫ് D4 Dance, 200 എപ്പിസോഡ്സ് ഓഫ് അടിമോനെ ബസർ, 2 സ്റ്റേറ്റ് അവാർഡ് ആസ് എ ബെസ്റ്റ് ആങ്കർ. സോ ഞാൻ എപ്പോഴും എനിക്കധികം വശമില്ലാത്ത അല്ലെങ്കിൽ കിട്ടാത്ത സാധനങ്ങൾ എങ്ങനെയാണെന്നുള്ള എക്സ്പ്ലോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഐ ഹാവ് ടു മേക്ക് വർക്ക് ഹാപ്പൻ. അതിന് ഐ നീഡ് ഐഡിയാസ്. എന്ന് വെച്ചാൽ 2016 എൻ്റെ ലാസ്റ്റ് മലയാളം ഫിലിം റിലീസ്, പ്രേതം, വിച്ച് ഈസ് 8 years back.
എന്നിട്ടും ഞാനിവിടെ ബ്രാൻഡ് എൻഡോഴ്സ്മെന്റ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഐഡിയാസ് കാരണമാണ്, കറക്റ്റ്. ഹാർഡ് വർക്കാണ്, ബിലീഫാണ്. ലൈക്ക് ഐ ഹാവ് ടു മേക്ക് തിങ്സ് ഹാപ്പൻ. അതെ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരോട്ട് ഐ ജെനുവിൻലി വർക്ക് വിത്ത് ബ്രാൻഡ്സ്. വെറുതെ ഒരു പരസ്യം ചെയ്തിട്ട് ഞാൻ പോകില്ല. ഞാൻ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യും, അവർക്ക് വേണ്ടി ഞാൻ ഓരോ ദിവസവും എൻ്റെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരം ഇതായിരിക്കും, വൈ ആർ യു നോട്ട് സോ സ്ട്രെസ്ഡ് ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കുന്ന സമയം വളരെ കുറവാണ്. ഐ എം ഓൾവേസ് തിങ്കിങ്. പക്ഷേ എൻ്റെ തിങ്കിങ് തോട്ട്സ് റെഗുലേറ്റഡ് തോട്ട്സാണ്. എൻ്റെ തിങ്കിങ് എപ്പോഴും ഇവർക്ക് വേണ്ടി ഇനി എന്താ എനിക്ക് ചെയ്യാൻ പറ്റുക, മറ്റവർക്ക് വേണ്ടി എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഇവർക്ക് എന്ത് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും, മറ്റേ സംഭവം എന്ത് ചെയ്യാൻ പറ്റും. സോ അതെന്നെ സ്ട്രെസ് ചെയ്യിക്കുന്നില്ല. ഐ എൻജോയ് ഇറ്റ്. എനിക്കിങ്ങനെ ഒരുപാട് സിനിമകളൊന്നുമില്ല എപ്പോഴും സിനിമയെ കുറിച്ച് നിൽക്കുക. അപ്പം എനിക്ക് വിരലിൽ എണ്ണാവുന്ന സിനിമകൾ, പക്ഷെ നല്ല സിനിമകൾ വിച്ച് ഐ ലൈക്ക്. അപ്പോൾ ആ സാധനങ്ങൾ ഒരു ഭാഗത്തുണ്ട്. പക്ഷെ അതർ ടൈം ഞാനിപ്പോൾ ബാക്ക് ടു ബാക്ക് ഒരു സെറ്റിൽ നിന്ന് വേറൊരു സെറ്റിലേക്ക് പോയി ഷൂട്ട് ചെയ്ത് ഈ സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലേക്ക് പോയിട്ട് അതുവരെ ഐ എം ബിസി ഡൂയിങ് ദീസ് തിങ്സ്. എൻ്റെ റവന്യൂ സോഴ്സ് മൊത്തം ആഡ് ഇൻഡസ്ട്രിയിൽ നിന്നാണ് മേജർലി വരുന്നത്, പിന്നെ തെലുഗു ഇൻഡസ്ട്രിയിൽ നിന്ന്, അല്ലെങ്കിൽ ഐ വുഡ് സേ തെലുഗു ഇൻഡസ്ട്രിയിൽ നിന്ന് മേജർലി, അല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വൈസ് വേഴ്സ വടേവർ. ബട്ട് അതർ ഐ ഹാവ് എ ലോട്ട് ഓഫ് ലീഷർ ടൈം ആൻഡ് ഐ ഡു ദിസ്. ഇപ്പോൾ ദുബായ് 3 തവണ പോകുമ്പോൾ ഞങ്ങളവിടെ ഫെറാറി വേൾഡ് പോകുന്നുണ്ട്, ഞങ്ങളവിടെ മറ്റേ കറങ്ങാൻ പോകുന്നുണ്ട്, ബുർജ് ഖലീഫ പോകുന്നുണ്ട്. പക്ഷെ 2 വർക്കും ചെയ്തിട്ട് തിരിച്ചു വരും. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഈ 2 വർക്ക് ചെയ്യണമെങ്കിൽ ഐ ഹാവ് ടു ഹാവ് ഐഡിയസ് ഹൗ ടു ഡു ഇറ്റ്. ഇത് നമ്മൾ തന്നെ ഫോർമുലേറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. വി മീറ്റ് പീപ്പിൾ, അവരോടും വളരെ ജെനുവിൻ ആയിട്ടാണ് നമ്മളിത് പറയുന്നത്, അല്ലാതെ നമ്മൾ വെറുതെ ഒരു വർക്ക് അങ്ങനെയല്ല. സോ ഐഡിയ ഈസ് വൺ തിങ് ആൻഡ് ദെൻ ബിലീഫ്. എനിക്ക് സ്ട്രോങ് ബിലീഫ് ഉണ്ട് ദാറ്റ് ദിസ് വർക്ക്സ് ആൻഡ് ഐ ക്യാൻ ഡു ഇറ്റ് ഫോർ ദം എന്നുള്ള എൻ്റെ വിശ്വാസമുണ്ട്. ആൻഡ് ദാറ്റ് വിശ്വാസം ഈസ് വാട്ട് ടേക്കിംഗ് മീ ഫോർവേഡ്. എൻ്റെ അടുത്ത് എല്ലാ സമയത്തും ഇപ്പോൾ D4 സമയമാണെങ്കിലും വൈകുണ്ഠപുരം സമയമാണെങ്കിലും കല്യാണ സമയമാണെങ്കിലും ഒക്കെ ഐ ഹാഡ് എ ബിലീഫ് ദാറ്റ് ഇറ്റ് വിൽ ഹാപ്പൻ അറ്റ് ദ റൈറ്റ് ടൈം ഇൻ ദ റൈറ്റ് വേ. ഈ ബിലീഫാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് അല്ലെങ്കിൽ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദർ ഇസ് നോ അഷ്യൂരിറ്റി. 2014 D4 ഡാൻസും 2016 പ്രേതവും ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഇൻഡസ്ട്രിയിൽ ഇല്ലാത്ത ഒരാൾക്ക് ബിലീഫ് ഇല്ലെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സർവൈവ്. ഇപ്പൊ ഞാൻ പറയുമ്പോഴാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്, ജി പി ചേട്ടൻ ഇത്രയും കാലം അവിടെ ഉണ്ടായിരുന്നില്ലല്ലേ. പക്ഷെ അത് ഫീൽ ചെയ്യിപ്പിക്കാത്തത് ഇറ്റ്സ് മൈ തേർഡ് വൺ, ഹാർഡ് വർക്ക്. വർക്കിംഗ് എ ലോട്ട്. ഞാൻ വെറുതെ അത്യാവശ്യം കിടന്ന് ഓടുന്നുണ്ട്. അത് ഇപ്പം എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലായി. ഇപ്പൊ ഗോപിയേക്ക് ചിലപ്പോൾ ഷീ ഈസ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ബിക്കോസ് ടു മേക്ക് ദിസ് ഹാപ്പൻ. ഇപ്പം ഞാനിങ്ങനെ ഇരുന്നാൽ എൻ്റെ വർക്കുകൾ എന്നെ തേടി വരുന്നൊരു സിറ്റുവേഷൻ എത്തുന്നവരെ ഐ എം റണ്ണിങ് അറൗണ്ട്, ലിറ്ററലി റണ്ണിങ് അറൗണ്ട്. പക്ഷെ ഐ എം എൻജോയിങ് ഇറ്റ്. എനിക്കത് സ്ട്രെസ് അല്ല. എനിക്കൊരു മീറ്റിങ്ങിന് പോവുക, അത് ആൾക്കാർ ഓഡിഷന് പോകുന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ മീറ്റിങ്ങിന് പോകാം. എനിക്കത് വർക്കായാലും ഇല്ലെങ്കിലും ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ മെറ്റ് ദാറ്റ് പേഴ്സൺ. ഞാൻ എൻ്റെ ഐഡിയ ഷെയർ ചെയ്തു. വർക്കാവാതിരിക്കാം. 10 ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 100 പടം റിലീസ് ചെയ്യുമ്പോൾ 10 പടം റിലീസ് മാത്രം ഹിറ്റ് ആവുന്ന ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു. 100 സാധനം പിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ 10 സാധനം ആയിരിക്കും വർക്കാവും. ബട്ട് ഐ എം വെരി ഹാപ്പി അബൌട്ട് വാട്ട് ഐ എം ഡൂയിങ്. അപ്പം ഐ എം ഡൂയിങ് മൾട്ടിപ്പിൾ തിങ്സ്. സ്ലോലി ഐ വോണ്ട് ടു കോൺസെൻട്രേറ്റ് ഓൺ ഫിലിംസ്. അതിൽ സംശയമൊന്നുമില്ല. ബിക്കോസ് ദാറ്റ് ഇസ് വൺ ഏരിയ ഐ നീഡ് ടു എക്സ്പ്ലോർ നൗ. എനിക്കിപ്പോൾ കുറേ പോസിബിലിറ്റീസ് വരുന്നുണ്ട്. മനോരാജ്യം റിലീസ് മലയാളത്തിൽ വരുന്നുണ്ട്. ദർ ഇസ് വൺ തമിഴ് അസൈൻമെന്റ് ദാറ്റ് ഇസ് ഗോയിങ് ടു കം സൂൺ. തെലുങ്കിൽ പിന്നെ കാര്യങ്ങൾക്ക് അത്യാവശ്യം തിരക്കേടില്ലാതെ പോകുന്നുണ്ട്. മെല്ലെ ഞാൻ ഈ ഐഡിയ സ്പേസിങ് വിടില്ല. പക്ഷെ എനിക്ക് നെക്സ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്ന മെല്ലെ സിനിമകളിലേക്ക് കൊടുക്കാനുള്ള ആഗ്രഹമുണ്ട്. ഇപ്പൊ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഷോർട്ട് ഫിലിം വരെ സിനിമ പോലെ എടുത്തു വെച്ചിരിക്കുക. ഞാൻ അതിന്റെ റിവ്യൂ ഷോ കണ്ടിരുന്നു, വന്ന് തിയേറ്ററിൽ കണ്ടിരുന്നു. ഇനി എന്താണ് അടുത്ത പ്രൊജക്ട്? ഷോർട്ട് ഫിലിം സിനിമ പോലെ എടുത്തു വെച്ചത് എന്റെ കഴിവല്ല, അതിന്റെ സംവിധായകൻ മിറാഷിന്റെ കഴിവാണ്. ഞാൻ അതിലേക്ക് 10-25 ലക്ഷം രൂപ മുടക്കി എന്നുള്ളത് മാത്രമാണ്. അതിനുള്ളൊരു പാരഫർണിയിൽ അവൻ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. എന്താ അടുത്ത പ്രൊജക്ട്? ഇല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഇനി കുറച്ചും കൂടെ സെൻസിബിൾ ആയിട്ട് കാശ് ചെലവാക്കണം എന്നുള്ളൊരു എലമെന്റ് മനസ്സിലുള്ളത് കൊണ്ട് ഐ എം ലൈക്ക്, കാരണം ആ ഷോർട്ട് ഫിലിം ഒരു കോവിഡ് സമയത്ത് ഉള്ളൊരു ടൈം പാസിന്റെ രീതിയിൽ ചെയ്തതാണ്. സോ നമ്മളാരും റെമ്യൂണറേഷൻ വാങ്ങാതെ, ഒരു ആക്ടേഴ്സ് അതിൽ റെമ്യൂണറേഷൻ വാങ്ങിയിട്ടില്ല. ഞങ്ങളുടെ ഡേറ്റ്സ് ഒക്കെ ഫ്രീ ആയിട്ട് കൊടുത്തു. ആൻഡ് വൺ പോയിന്റ് ഓഫ് ടൈം എനിക്ക് മനസ്സിലായി ഈ സാധനം മുന്നോട്ട് പോകില്ല എന്ന് തോന്നിയപ്പോൾ ഐ സെഡ് ഐ ക്യാൻ ഹെൽപ്പ് ഹിം. ഒരു ഫോൺ കോളിലാണത് ഐ വിൽ ടേക്ക് ഇറ്റ് അപ്പ് എന്നുള്ള രീതിയിലായത്. സോ ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷെ ഇറ്റ് ടുക്ക് എ ലോട്ട് ഓഫ് ടൈം. എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഞങ്ങളുടെ വഴിക്ക് പോയി, മിറാഷ് മാത്രം അതിലായി പോകുന്നൊരു. കാരണം ഞങ്ങൾക്കും എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇതൊരു ടൈം പാസ് കോവിഡ് സമയത്തായിരുന്നോണ്ട് ഇത് ഞങ്ങൾക്ക് ആ സമയത്ത് വലിയൊരു പ്രൊജക്റ്റ് ആയിരുന്നു. ബിക്കോസ് ആ സമയത്ത് ഒരാളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ആഫ്റ്റർ ദാറ്റ് എല്ലാവർക്കും കമ്മിറ്റ്മെന്റ്സ് പ്രയോറിറ്റൈസ് ചെയ്തേ പറ്റൂ. കാരണം ബംഗരാജു അല്ലെങ്കിൽ ഞാൻ മീറ്റ് ക്യൂട്ട് പോലെ ഒരു സിനിമ ചെയ്യുമ്പോൾ
ദാറ്റ്സ് എ ബെറ്റർ പ്രയോറിറ്റി ദാൻ ഞാൻ ഇത് എനിക്ക് ഇതല്ല പക്ഷെ ഇത്രയും ആക്ടേഴ്സ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കിട്ടൽ എല്ലാവർക്കും ഈ പ്രയോറിറ്റി വന്നു. ഇത് ഇവരൊന്നും കാശ് കൊടുക്കാതെയാണ് അഭിനയിക്കുന്നുള്ളതുകൊണ്ട് അവരെ വിളിച്ചിട്ട് നാളെ ഡേറ്റ് തരണം എന്ന് പറയാൻ പറ്റൂല. പക്ഷെ ഇതൊന്നും ഇല്ലാതെ തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇത്രയായി. ബിക്കോസ് അതുകൊണ്ടാണ് സിനിമ പോലെ എടുത്തു വെക്കാൻ പറ്റും. 1.5 മണിക്കൂറിന്റെ ഒരു സിനിമ സ്റ്റാൻഡേർഡിൽ എടുത്തു വെക്കാൻ പറഞ്ഞാൽ വി സ്പെൻഡ് എ ലോട്ട് ഓൺ ഷോർട്ട് ഫിലിം ഒന്നും വിളിക്കാൻ പറ്റില്ല ശരിക്കും. അതിന്റെ ക്വാളിറ്റി അദ്ദേഹത്തിന് അത് അങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ അത് തീർക്കുക എന്നുള്ളത് ഒരു ആഗ്രഹം നമ്മളെപ്പോഴും ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതാണ് സ്ക്രീനിങ് ഒക്കെ ഒരു തിയേറ്ററിൽ തന്നെ ഒരു സ്ക്രീനിങ് വെച്ച് മീഡിയാസിനെയൊക്കെ വിളിച്ച് അതാണല്ലോ അതിന്റെ ഒരു കൾമിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ ദെൻ അത് ടീമിന് വിട്ടുകൊടുത്തു. പിന്നെ അവരാണല്ലോ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുള്ള ഒരു നന്നായി മുന്നോട്ട് പോയി. അതൊരു 1 മില്യൺ ഓർഗാനിക് വ്യൂ, 1 മില്യൺ യൂട്യൂബിൽ അടിക്കുക, അതൊക്കെ ഇവരുടെ ഹാർഡ് വർക്കാണ്. ലൈക്ക് ഞാൻ ഒരുപാടൊന്നും അതിന് വേണ്ടിയിട്ട് കൊളാബറേഷൻസ് അക്സെപ്റ്റ് ചെയ്യും. കാരണം എനിക്കും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഒരു അവസ്ഥയല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഐ എം ഓൾസോ റണ്ണിങ് ഫോർ സർവൈവ്. ലൈക്ക് ബിസിയാണ്, നമ്മളും നിലം തൊടാതെ വർക്കുകൾ സംഭവിക്കാൻ വേണ്ടി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വെറുതെ വീട്ടിലിരിക്കുമ്പോൾ വർക്ക് വരുന്നൊരു അവസ്ഥയല്ല. പക്ഷെ വർക്ക് ഈസ് ഹാപ്പനിങ്, ഗോഡ്സ് ഗ്രേസ്, നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങൾ നടക്കാനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം എല്ലാവരും അവരുടേതായിട്ടുള്ളൊരു രീതികളിലാണ്. ഞാൻ അവസാനമായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സിനിമേനെയൊക്കെ പറ്റി അല്ലെങ്കിൽ സിനിമ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണല്ലോ ഇനി. അപ്പം ഞാൻ ചോദിക്കാം, ഇപ്പം നമ്മുടെ പഴയ എവർഗ്രീൻ മൂവീസ് അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഏതെങ്കിലും പഴയ ഫിലിമൊക്കെ ഒന്ന് റീമേക്ക് എടുക്കണം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൊണ്ട് എടുക്കണം തോന്നുകയാണെങ്കിൽ ഏതായിരിക്കും ജിബി ചേട്ടൻ ചൂസ് ചെയ്യാം? ഫസ്റ്റ് ഓഫ് ഓൾ എവർഗ്രീൻ മൂവീസ് തുടരുത്. അതൊക്കെ തൊട്ടാ എപ്പോ പണി പാളും എന്നുള്ളൊരു സംഭവമുണ്ട്. ഇഫ് അറ്റ് ഓൾ ഇഫ് സമ്മൺ ടെൽസ് മീ അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ രാംജിറാവ് മാന്നാർമത്തായി കഴിഞ്ഞിട്ടൊരു ഫ്രാഞ്ചൈസി വന്നു പറഞ്ഞു, വിച്ച് ഈസ് വെരി ഞാൻ ഭയങ്കര ഏർഡൻ ഫാനാണ് രാംജിറാവിൻ്റെയും മാന്നാർമത്തായുടെയും. ഞാൻ മാന്നാർമത്തായിൽ പണ്ട് കോളേജ് പഠിക്കുമ്പോൾ ശബ്ദരേഖ പോലെ ഫുൾ സിനിമയും എല്ലാ 3 പേരുടെ ഡയലോഗ് ഞാൻ പറയുമായിരുന്നു. വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതിലും ഇനി നിങ്ങൾ തിരിച്ചുപോയി ശ്രദ്ധിച്ച ഒരു ഷോട്ട് ഉണ്ട്. ശകുന്തള മറ്റേ നാടകം മതി സിനിമ വേണ്ടാന്ന് പറഞ്ഞ് വന്ന് അതിന്റെ ഇടയിൽ മുകേഷ് ചേട്ടന്റെ ക്യാരക്ടർ അവരെ അടിച്ച് ചോരയൊക്കെ വന്ന് രാത്രി അവര് നാടകം വേണ്ട സിനിമയിലേക്ക് തിരിച്ചു പോയ സമയത്ത് നാടകം ഹിറ്റായതിന്റെ ഒരു സന്തോഷത്തിൽ അവര് വന്ന് നോക്കുമ്പോൾ ഇത് ഇവരില്ല എന്ന് അറിഞ്ഞതിന് ശേഷം നേരെ വീട്ടിലേക്ക് കയറിയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്. യു ഷുഡ് ഒബ്സർവ് ദാറ്റ്. അതൊരൊറ്റ ഷോട്ടാണ്, ഷോട്ട് കട്ട് ചെയ്തിട്ടില്ല. ഇവര് 3 പേരും കയറി വന്നിട്ട് ഒരു പ്രകടനം ഉണ്ടാവും. ലൈക്ക് എനിക്കിപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ളൊരു സീനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഓരോ ഡയലോഗുകളും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് നിന്റെ പെങ്ങളൊന്നുമില്ലല്ലോ വൈഫൊന്നുമില്ലല്ലോ എത്ര ഏതുണ്ടാവും പറയുന്ന ആ ഒരു സംഭവം മുതല് അപ്പൊ അത് ആക്ടിങ്, ഓ ഇതാണോ ആക്ടിങ്, പിന്നെ കൂടുതലുള്ളവരുടെ അടപ്പലടിച്ചു കളിക്കുന്നതാണല്ലോ ആക്ടിങ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. നിനക്ക് തോന്നിയില്ലേ അതാണ് ആക്ടിങ് എന്ന് പറയുന്ന സാധനങ്ങളും മറ്റേ അവൾ അവസാനത്തെ നടിയൊന്നുമല്ലോ ഈ ലോകത്ത്, അവള് പോയി 1000 എണ്ണത്തിനെ കൊണ്ടുവരും. അപ്പൊ മത്തായിച്ച ഓടി വന്നിട്ട് 1000 എണ്ണത്തിന് അപ്പൻ ചെലവിന് ഒരെണ്ണത്തിന് കൊണ്ടുപോകണം ഒരെണ്ണത്തിന്. ഇത് ഞാൻ ശബ്ദരേഖ പോലെ പണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ ഐ മീൻ കോളേജിൽ പഠിക്കുമ്പോൾ കറണ്ട് പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ലൈക്ക് ഐ യൂസ് ടു സീ ദിസ്, ഈ ഡയലോഗ് ഇങ്ങനെ പറയും. എനിക്കിതിങ്ങനെ കാണാപ്പാടം പോലെ അടുത്ത സീൻ പുള്ളി അടുത്ത ഈ സീൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ മുടി ചെയ്യിക്കുന്നു. മറ്റേ സായികുമാർ പോയിപ്പെട്ട് അവൻ അവിടെ മറ്റേ ഇയാളെ തപ്പാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. അടുത്ത സീനിൽ മറ്റേ മുക്കാല പാട്ടിട്ടോണ്ട് നമ്മുടെ ഇന്ദ്രൻ ചേട്ടന്റെ സീൻ. സോ ഇങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയുടെ 3rd ഫ്രാഞ്ചൈസി വാസ് വെരി ഡിസപ്പോയിന്റിങ്. സോ പ്രോബബ്ലി ഞാൻ ഇതൊന്നും തൊടില്ല ബിക്കോസ് ദീസ് ആർ ഓൾ ക്ലാസിക്സ്. മറ്റേതും ഒരിക്കലും അത് ഉണ്ടാക്കിയവരുടെ ഒന്നുമല്ല. ബട്ട് ഇഫ് ആ സമയത്തെ സാഹചര്യമായിരിക്കാം ആ സിനിമ 3rd, കാരണം ഇത്രയും വലിയ എക്സ്പെക്ടേഷൻ ഉള്ളതുകൊണ്ട് ആയിരിക്കാം. പക്ഷെ ഇഫ് യു ഇൻസിസ്റ്റ് ഒരു സാധനം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാംജിറാവിനും മാന്നാർമത്തായിക്കും ബെറ്റർ ഒരു ഫ്രാഞ്ചൈസി ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് ഇതിന്റെ ഒരു അർഡൻ ഫാനായ ഒരു കൊച്ചുകുട്ടിയായ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത്രയും നമ്മൾ ഉള്ളിലേക്ക് ഇപ്പൊ ഈ ഇവിടെ ഇരുന്നിരിപ്പിൽ ഞാൻ ഈ ചോദ്യം പ്രതീക്ഷിക്കുന്നില്ലല്ലോ. സോ ഇരുന്നിരിപ്പിൽ ഞാൻ ഇത്രയും പറയുന്നത് അത് പണ്ട് അത്രയും ആഗ്രഹത്തോടെ അത് കാണുന്നതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ ഓരോ ഡയലോഗുകളും ഭയങ്കര രസമാണ്. മീൻസ് അതിങ്ങനെ ത്രൂ ഔട്ട് അങ്ങനെ. ഞാൻ ലാൽ സാറിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, സിദ്ദിഖ് സാറിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് പോയി കാണാനൊക്കെ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇവരുടെ 2 പേരെ കണ്ടപ്പോഴും ഞാൻ അവരോട് സംസാരിച്ച എലമെന്റ് വാസ് ഓൾ അബൌട്ട് ദെയർ മേക്കിംഗ് സ്പേസ് ആയിരുന്നു. എങ്ങനെയാണ് അത് സംഭവിച്ചത്, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ഓരോ സാധനവും ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് ഇത്. അപ്പം സിദ്ദിഖ് സാർ ഭയങ്കര വാചാലനായി. രാംജിറാവില്
ഒക്കെ ശരിക്കും സായി കുമാർ സാറിന്റെ റോള് ജയറാമേട്ടനെ ചെയ്യേണ്ടതായിരുന്നു. അതൊക്കെ അന്ന് എന്തോ ഡേറ്റ് ഇഷ്യൂ അങ്ങനെയൊക്കെ വന്ന് അങ്ങനെ ഹി സ്പോക്ക് എ ലോട്ട് അബൌട്ട് ഇറ്റ്. മറ്റേത് അവർ രണ്ടാമത്തേലും അവരുടെ ഇൻവോൾവ്മെന്റ് കാര്യമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. കാരണം അത് കാണാം ശരിക്കും ഇപ്പൊ അവർക്ക് പകരം വേറൊരാളെ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. കാരണം അവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് അല്ലാന്ന് തോന്നുന്നു മാന്നാർമത്തായി വന്നത്. ബട്ട് ദേ കെയിം ടുഗദർ ടു വർക്ക് ഫോർ ഇറ്റ്. കാരണം ഓരോ ചെറിയ ഡയലോഗും ഇപ്പൊ വാണി വിശ്വനാഥിന്റെ ബോധം കെട്ടിരിക്കുന്ന സാധനം എടുത്തോണ്ട് പോകുമ്പോ അവിടെ തന്നെ ഒരു ഡയലോഗ് ഉണ്ട്, അണ്ണാ ഇത് തറവാട്ട് പറഞ്ഞ പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. അതെങ്ങനെ നിനക്ക് മനസ്സിലായി, മുടിഞ്ഞ വെയിറ്റ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിനക്ക് തറവാടേ കാണില്ലല്ലോ. ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ഇത് തീരുന്നില്ല എന്നുവെച്ചാൽ ഇത് തീരില്ല. ലൈക്ക് ആ സിനിമയിലെ ഡയലോഗ്സ് തീരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ സാധനങ്ങൾ. വാണിജ്യസാധനം കൊണ്ടുവന്ന് വീട്ടിൽ താമസിച്ച് കഴിയുമ്പോ അടുത്ത സീൻ വരുന്നത് സായികുമാർ ഒരു കാറിൽ വന്ന് ഇറങ്ങുന്നതാണ്. അപ്പൊ മത്തായിച്ച ഒരു കോള് വന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സായികുമാർ പുറത്തിറങ്ങുമ്പോ മുകേഷ് ഏട്ടൻ ചോദിക്കുന്ന ഡയലോഗ് ഉണ്ട്. ഇതൊന്നും വലിയ തമാശ ആയിരിക്കില്ല, ബട്ട് ഇവനാര് കാറ് കയറ്റി എന്ന് വെച്ചാൽ നമ്മൾ ആമ്പിള്ളേര് സുഹൃത്തുക്കളുടെ ഇടയിൽ ദീസ് വൈബ് വെരി വെൽ. മനസ്സിലായില്ലേ? എന്ന് വെച്ചാ അതൊരു ഇവനാരാ കാറ് കയറ്റി, എന്റെ അമ്മ എന്ന് പറയുന്ന സാധനങ്ങൾ. കമ്പിളിപ്പതപ്പ് ഈസ് ലൈക്ക് ഫസ്റ്റ് വേർഷൻ ആണ്. എനിക്കത് മിക്സ് മാച്ച് ആവൂല. അത്രയും എവറി സീൻ ഹാസ് ഓരോ സംഭവം. ഇവിടെ വെച്ച് എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടല്ലോ, ഇവിടെ വെച്ച് നിന്റെ അമ്മയ്ക്ക് എന്ത് സംഭവിക്കാൻ എന്ന് പറയുന്ന സാധനങ്ങൾ. ഐ ക്യാൻ ഗോ ലൈക്ക് എനിക്കൊരു 2 മണിക്കൂർ മാന്നാർമത്തായി ഐ ക്യാൻ സ്പീക്ക് അബൌട്ട് ഇറ്റ്. കാരണം അത്രയും ദ കൈൻഡ് ഓഫ് എനിക്ക് തോന്നുന്ന സ്ക്രിപ്റ്റിംഗിൽ അന്ന് ഇവരിട്ടിരുന്ന എഫേർട്ടാണ്. ഇവര് എന്താ ചെയ്യാ അറിയോ, ബേസിക് സ്ക്രിപ്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ഫ്രണ്ട്സിനെ എല്ലാവരും വിളിച്ചെടുത്തിട്ട് നരേഷൻ ചെയ്യത്ര ഈ വരുന്ന സാധനങ്ങൾ. പിന്നെ അപ്പൊ ഇങ്ങനെ ഓരോ കൗണ്ടറുകൾ വരുന്നത്, ഇവരെല്ലാം മിമിക്സിന്റെയും പരിപാടികളാണ് ഇതൊക്കെ എഴുതി വെക്കുന്നത്. കാരണം അതിൽ കുറെ ബ്രെയിൻസ് പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പൊ ഞാനിത് പറയുമ്പോ നിങ്ങളിൽ എത്രയോ കണ്ട സിനിമയാണ്, ബട്ട് യു ആർ സിറ്റിംഗ് ആൻഡ് സ്മൈലിംഗ് എന്ന് പറയുന്നത് അവരുടെ കഴിവാണത്. ഉണ്ടാക്കി വെച്ച ഒരു സംഭവമാണത്. അതൊരു വേറെ തന്നെ സംഭവമാണ്. അതിൽ ഏറ്റവും ഇഷ്ടമായിട്ട് ഇപ്പോഴും ഞാൻ എപ്പോഴും ചോദിക്കുന്ന ചില ആൾക്കാരൊക്കെ ഇപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അപകടമുള്ള സാധനങ്ങൾ പറയില്ലേ, മറ്റേ ഇപ്പൊ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കുമ്പോ കാറ്റടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോ അതിൽ ഇന്നസെന്റ് ഏട്ടൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അത് ഞങ്ങൾ പറയാറുണ്ട്, ഓ എന്താ പെണ്ണ് പറഞ്ഞിട്ട് പോയി കേട്ടിട്ട് കൊതിയിട്ട് പഠില്ലേ എന്റെ ചടിച്ചവൻ. അതിന്റെയൊക്കെ ഡയമെൻഷൻസ് വേറെ സ്പേസ്. എന്നുവെച്ചാൽ വാണിജ്യനാഥ് അകത്തേക്ക് വേണ്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇതിനകത്തേക്ക് ചാടിയിട്ട് മറ്റേ ഭാരങ്ങളില്ലാതെ പഞ്ഞിക്കെട്ട് പോലെ പൊന്തിക്കിടക്കുന്നതൊക്കെ പറയുമ്പോ ഇന്നസെന്റ് ജോക്കാണത് ശരിക്കും. എന്ന് വെച്ചാൽ ഓ എന്താണ് പെണ്ണ് പറഞ്ഞിട്ട് പോയി കേട്ടിട്ട് കൊതിയിട്ട് പാടില്ലേ എന്റെ ചടിച്ചവൻ. ഞങ്ങളത് റിയൽ ലൈഫിൽ യൂസ് ചെയ്യാറുണ്ട്. എടാ ഹെൽമെറ്റ് ഒന്നും വെച്ച് കഴിഞ്ഞാൽ റൈഡിന്റെ ഫീല് കിട്ടില്ലടാ, കാറ്റൊക്കെ മുഖത്തേക്ക് അടിക്കുമ്പോ എന്ന് പറയുമ്പോൾ വി യൂസ് ടു സേ ദാറ്റ്. കേട്ടിട്ട് കൊതിയിട്ട് പാടില്ലേ കെട്ടി ചടിച്ചവൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് സംതിങ്. കണ്ണ് നിറഞ്ഞിട്ടുള്ള ആദ്യത്തെ ഇന്റർവ്യൂ താങ്ക്സ് ടു സിദ്ദിഖ് ലാൽ സർ. സത്യം അമ്മേ ജീവിച്ചേട്ടൻ പറഞ്ഞേക്കാണ് രസമാട്ടോ. അപ്പൊ മേ ബി ഇങ്ങനത്തെ ഏരിയാസിലാണ് നമുക്കും കുറച്ച് അൺലീഷ് ചെയ്യാൻ പറ്റുക. ഞാൻ തുടക്കത്തിൽ മഞ്ജുഷയുടെ കമന്റ്സ് പറഞ്ഞല്ലോ, എനിക്കൊരു അവസരം കിട്ടണ്ടേ പറയാൻ. എന്തായാലും പറ്റും. ഇവിടെ ഇരുന്നിരുവില് ഞാനിത്ര ചിരിച്ചെങ്കിൽ ഓഡിയൻസ് എന്തോരം ചിരിക്കുന്നത്. ഐ ലവ് ഡൂയിങ് ദിസ്. ഐ ലവ് കോൺവെർസേഷൻസ്. എനിക്ക് ഇഷ്ടമാണ് ആൾക്കാരോട് സംസാരിക്കാനും ഒക്കെ, ഇന്റർവ്യൂസ് കൊടുക്കാനൊക്കെ ഇഷ്ടമുള്ള വ്യക്തിയാണ്. പക്ഷെ ഞാനും നിങ്ങൾ ഇന്റർവ്യൂസിൽ കാണാത്ത എന്താ വെച്ചാൽ അതും കോൺഷ്യസ് ഡിസിഷനാണ്. നിങ്ങൾ എന്നെ എത്രാമത്തെ തവണ എങ്ങോട്ട് വിളിക്കുന്നു, എന്നിട്ട് ഈ സെറ്റിൽ ഇനി എന്തോ റീവാമ്പ് വരാൻ പോവാന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വന്നത്. ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോ എന്നെ എല്ലാ മീഡിയയും ഇന്റർവ്യൂ വിളിക്കുമ്പോഴും ഐ നീഡ് സംതിങ് ടോക്ക് അബൌട്ട്. ഇപ്പൊ മനോരാജ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത്. ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ എഗെയിൻ എന്നെ കാണാതെയോ എവിടെയും കാണാതെയോ, പിന്നെ എന്തെങ്കിലും വേറെ സാധനം കൊണ്ട് ഞാൻ തിരിച്ചു വരും. അല്ലെങ്കിൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുക എന്നുള്ളത് വൺ തിങ് വിച്ച് ഐ ഹവ് ഓൾവേസ് ഡൺ. ഞാൻ D4ന്റെ സമയത്ത് മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അറ്റ് ടൈംസ് എനിക്കും ഇടയ്ക്കൊരു ഡീടോക്സ് ആവശ്യമാണല്ലോ. ഓക്കെ, ഏകദേശം നമ്മുടെ എൻഡിലോട്ട് വരികയാണ്. താങ്ക് യു വെരി മച്ച്. എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും എൻജോയ് ചെയ്ത് ഇങ്ങനെ ചിരിച്ചൊരു ഇന്റർവ്യൂ ചിലപ്പോൾ ഉണ്ടാവുമല്ലോ. നമ്മുടെ കൂടെ ലിറ്ററലി ഞാൻ ടെൻഷൻ അടിച്ച് തുടങ്ങിയ ഇന്റർവ്യൂ ആയിരുന്നു. ഓർമ്മയുണ്ട്, അയ്യോ ജീപി ചേട്ടനാണല്ലോ മുമ്പിൽ ഇരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ഡയലോഗ് ക്യാമറ ഓൺ ആക്കണേന് മുന്നേ ഇത് പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഫസ്റ്റ് കട്ടായിട്ട് ആഡ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. ആ ട്രാൻസിഷൻ തന്നെയാണ് കഴിഞ്ഞ 1 മണിക്കൂറിൽ നിന്നും അയ്യോ ജീപി ചേട്ടനാണ് എന്നുള്ള ടെൻഷനിൽ നിന്നും ഇത്രയും ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു
ഒരു ഇന്റർവ്യൂ ഉണ്ടാവില്ല എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് കൊണ്ട് എത്തിക്കാനുള്ള ശ്രമമാണ് എന്റെ ലൈഫ് മൊത്തം. ദിസ് ഇസ് വാട്ട് ഐ ഡു. അതെ, in everything I do. സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ വലിയൊരു സാക്ഷിയാണ്. താങ്ക് യു ജിബി ചേട്ടാ. വരാൻ പോകുന്ന എല്ലാ പ്രൊജക്റ്റും അടിപൊളിയാവട്ടെ. ഈ പറഞ്ഞ പോലെ റാംജിറാവിന്റെ മന്നർമത്തൈ പോലത്തെ ഒരു സിനിമ ഞങ്ങൾക്ക് കാണാൻ അറിയില്ല, അത് എനിക്കത് ഇങ്ങനത്തെ സിനിമകൾ എൻജോയ് ചെയ്യാൻ ഇഷ്ടമാണ്. പറ്റും. ഞങ്ങൾ പ്രേതത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം ഞങ്ങൾ അതെ, അങ്ങനത്തെ പെർഫോം ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടട്ടെ. അതുപോലത്തെ ഇപ്പൊ അങ്ങനത്തെ സിനിമകൾ കുറവാണ്, പക്ഷെ ഇപ്പത്തെ രീതിയിൽ അങ്ങനത്തെ സിനിമകൾ വരുന്നുണ്ട്. അതെ, എന്നെങ്കിലും ആ സ്പേസിലൊക്കെ നിന്ന് അതുപോലെയുള്ള പെർഫോമേഴ്സിന്റെ കൂടെ നിന്ന് ചെയ്യാനാണ് ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ ചെയ്യാവുന്ന ആളുകളെ ഇതുപോലെ കുടുകുടാ ചിരിപ്പിക്കുന്ന ഒരു സിനിമയുടെ ഭാഗമാവാൻ എനിക്ക് ഈശ്വരൻ അവസരം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു ചേട്ടാ. ഓക്കെ.